ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരായിരിക്കുന്ന ഗോപന്മാരുണ്ടല്ലോ, അവർക്ക് എന്താ തോന്നിയെന്നറിയോ നിങ്ങൾക്ക്? ഭാര്യ അടുത്ത് തന്നെ ഉണ്ട് അവിടെ വീട്ടിൽ, ഒറ്റ ആളെ മിസ് ചെയ്തിട്ടില്ല അവർ. അപ്പം പിന്നെ അവർക്ക് എന്താ വിഷമം? ആരായി പോയത്? ആരോട് കൂടിയിട്ടാണ് കൃഷ്ണൻ കളിച്ചത്, രാത്രി ചെലവ് ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വാം സ്വാം ധാരാന്നാ പറഞ്ഞിരിക്കണേ. അവരവരുടെ ഭാര്യമാരെ മന്യമാനാഹ സ്വപാർശ്വസ്ഥാൻ, അവരവരുടെ അടുത്ത് ഇരിക്കുന്നതായും കിടക്കുന്നതായും കണ്ടു. എന്നിട്ട് നാസൂയൻ ഖലു കൃഷ്ണായ, കൃഷ്ണനോട് ഒരു വിധത്തിലുള്ള വിഷമോ നീരസോ അലോഗ്യോ ഒന്നും അവർക്ക് തോന്നിയില്ല. മോഹിതാസ്തസ്യമായ, ഇതങ്ങനെ ഒരു ഭാഗം. അമ്പാടിയിൽ വളർന്ന് ഗോപന്മാരോടും ഗോപികമാരോടും കൂടി വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞുകൂടിയ കുറേ കാലമുണ്ട്. എത്രയായിണ്ടാവും നിങ്ങൾ തന്നെ ആലോചിക്കൂ. 7-8 കൊല്ലാണ് ജനിച്ചത് മുതൽക്കുള്ളത്. അത് കഴിയുമ്പോഴേക്കും കംസൻ വിളിച്ചു. ധനുർയാഗത്തിൻ്റെ പേരിൽ മരുമകനെ ക്ഷണം കൊടുത്തയച്ചു. ആ ക്ഷണം തിരസ്കരിക്കാതെ ആ വയസ്സിൽ ബലരാമനും കൃഷ്ണനുമായിട്ട് ക്ഷണം സ്വീകരിച്ചു പോയി അങ്ങോട്ട്. ആ സമയത്ത് ഈ അമ്പാടി വിട്ടിട്ടുള്ള കൃഷ്ണൻ പിന്നെ ഈ ഗോപസ്ത്രീകളെ കണ്ടിട്ടേ ഇല്ല, പ്രഭാസ തീർത്ഥത്തിൽ കാണുന്നത് വരെ. അന്ന് കൃഷ്ണന് 125 വയസ്സാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളിത് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുമോ? 7-8 വയസ്സിൽ അമ്പാടിക്കുട്ടൻ അവിടുന്ന് വിട്ടുപോയ കുട്ടൻ 125 വയസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഗോപസ്ത്രീകളെ പ്രഭാസ തീർത്ഥത്തിൽ വന്ന് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെ പറ്റി നിങ്ങൾക്ക് എന്തു പറയണം? ആലോചിച്ച് നോക്കൂ. ഇനി അദ്ദേഹം മധുരയ്ക്ക് പോയപ്പോൾ ഈ ഗോപസ്ത്രീകൾക്കൊക്കെ വലിയ വിഷമായി. അപ്പോൾ അവരുടെ സ്നേഹവും അവരുടെ ഭക്തിയും കൃഷ്ണന് നല്ലപോലെ അറിയാം. അറിഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വിശ്വസ്തനും ഭൃത്യനും മന്ത്രിയുമായിരിക്കുന്ന ഉദ്ധവനെയാണ് പറഞ്ഞയച്ചത്. ഉദ്ധവൻ യോഗ്യത കുറഞ്ഞവനൊന്നുമല്ല, നല്ല യോഗ്യതയുള്ള ആളാണ്. അപ്പോൾ അവരെ പോയി കണ്ട് എത്ര കാലം വേണമെങ്കിൽ അവിടെ താമസിച്ച് ഉദ്ധവന് പഠിക്കാനുള്ളത് പഠിച്ച് ആ സ്ത്രീകൾക്ക് വേണ്ട ഉപദേശം നൽകി അവിടെ സന്തോഷമായിട്ടിരുന്ന് മടങ്ങി വരൂ എന്ന് പറഞ്ഞയക്കുക ഒരു ദൂതനായിട്ട്. ആ ദൂതൻ വഴി കൊടുത്തയച്ച സന്ദേശം എന്താണെന്നറിയാമോ? യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയ. യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം. ഞാൻ എന്തിനാ നിങ്ങളെ വിട്ട് മധുരയ്ക്ക് ഇത്രയും വേഗം വന്നത്, പിന്നെ അങ്ങോട്ട് വരണം എന്ന് വിചാരിക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം, നിങ്ങൾക്കെല്ലാം കണ്ണിലുണ്ണിയായി പ്രിയങ്കരനായിരിക്കുന്ന ഞാൻ ഭവതീനാം ദൃശാം ദൂരേ വർത്തേ, നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് വളരെ അകന്ന് മധുരയിൽ കഴിയുന്നു എന്നുള്ളതുണ്ടല്ലോ. ആ കഴിയുന്നത് ആ സംഗതി എന്തിനാ? മനസഃ സന്നികർഷാർത്ഥം. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസഃ സന്നികർഷാർത്ഥം. നിങ്ങളുടെ മനസ്സിൽ കൃഷ്ണസാമീപ്യം വേണ്ടത്ര ഉണ്ടാവണം, കൃഷ്ണ സംയോഗം തന്നെ അനുഭവപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ശരീരം കൊണ്ട് ബാഹ്യമായി അകന്നിരിക്കുന്നത്. മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാന കാമ്യയാ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കൃഷ്ണനിതാ അമ്പാടി വിട്ട് മധുരയ്ക്ക് പോയിരിക്കുന്നു. അദ്ദേഹം ഇനി മടങ്ങി വരാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ വഴി? കൃഷ്ണനോടുള്ള സ്നേഹം ജനിച്ചു കഴിഞ്ഞു, വളർന്നു കഴിഞ്ഞു, ഉറച്ചു കഴിഞ്ഞു. അതിനെ വിടാൻ പറ്റില്ല. അദ്ദേഹമാണെങ്കിൽ ശാരീരികമായി നമുക്ക് ലഭ്യനുമല്ല. അപ്പോൾ എന്തു വേണം? മനസ്സുകൊണ്ട് ആ കൃഷ്ണത്വം ഉണ്ടാക്കുക തന്നെ, നിർമ്മിക്കുക തന്നെ. അനുധ്യാനകാമ്യയ. ആ കൃഷ്ണനെക്കുറിച്ച് സ്മരിച്ച് ധ്യാനിച്ച് അദ്ദേഹവുമായി നടന്ന കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ധ്യാനം ചെയ്ത് മനസ്സുകൊണ്ട് കൃഷ്ണസാമീപ്യം രചിപ്പിക്കുന്നതുമാണ് ഞാൻ അകന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇതാണ് പറയുന്നത്. യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയ. ശാസ്ത്രരൂപത്തിൽ അതിൻ്റെ തത്വം പറയുകയാണ്. ദിസ് ഈസ് ദ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ that Sri Krishna puts forward in order to make the Gopikas understand why he keeps a distance from them. It is an intentional, specific resolve of his. Yatha durachare preshte mana avishya vartade strinam cha na tatha chedaha sannigrishte akshagojare. എങ്ങനെയാണോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ദൂരത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ആ ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ ആവേശഭരിതമായി ആകൃഷ്ടമായി നിൽക്കുന്നത്, അതുപോലെ സ്ത്രീകളുടെ കാര്യം പ്രത്യേകിച്ചും പറയാണ്. സ്ത്രീകളുടെ സൈക്കോളജി, സ്ത്രീകളുടെ മനഃശാസ്ത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സ്ത്രീണാം ചന തഥാചേത സന്നികൃഷ്ടേ അക്ഷിഗോചരേ.
അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ അടുത്തുണ്ടായി നോക്കിയാൽ, അക്ഷിഗോചരം എന്ന് പറഞ്ഞാൽ കണ്ണിന് വിഷയമായിരിക്കുമ്പോൾ കണ്ണിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അതേമാതിരി ഒരാകർഷണമോ ഒരടുപ്പമോ നമുക്കുണ്ടാവില്ല എന്ന്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശാരീരികമായിട്ടുള്ള അകൽച്ച മാനസമായ അടുപ്പം ജനിപ്പിക്കുന്നതും ജനിക്കാൻ നിർബന്ധിക്കുന്നതുമാണ്. നേരെ മറിച്ച് കണ്ണിൻ്റെ അടുത്തുണ്ടെങ്കിലോ അത് അടുത്തുണ്ടല്ലോ, പിന്നെ എന്താ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളത്? ഒന്നുമില്ല. ഉണ്ടെങ്കിലും വഴക്ക് കൂടാനേ ഉള്ളൂ, ചിന്തിക്കാനില്ല. യഥാ ദൂരചരേ പ്രേഷ്ഠേ മനാവിശ്യവർത്തതേ സ്ത്രീണാം ചന തഥാ ചേതഃ സന്നികൃഷ്ടേ അക്ഷിഗോചരേ. ഭാവിതം തീവ്രവേഗേന വസ്തുയന്നിശ്ചയാത്മന തദേവ പശ്യത്യഖിലം സദാ തദ്ഭാവഭാവിതഃ. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠർ പറയുന്ന ഒരു കാര്യമാണ് മനസ്സിനെക്കുറിച്ച്. ഭാവിതം തീവ്രവേഗേന വസ്തുയന്നിശ്ചയാത്മന. ഇത് പൊതുവെ പറയുകയാണ്. ഇവിടെ കൃഷ്ണനെ പറ്റിയോ ഗോപസ്ത്രീകളെ പറ്റിയിട്ടോ അല്ല. ഇവിടെ കൃഷ്ണൻ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ഗോപസ്ത്രീകൾക്ക് കൊടുത്തയക്കുന്ന ഒരു സന്ദേശമാണ് ഉദ്ധവൻ വഴി. ഇവിടെ അതിനെ ജനറലായിട്ട് പൊതുവെ അങ്ങോട്ട് വിവരിച്ചിരിക്കുകയാണ്. ഭാവിതം തീവ്രവേഗേന വസ്തു യത് നിശ്ചയാത്മന. ഉറച്ച ബുദ്ധിയോടുകൂടി നമ്മുടെ മനസ്സ് ഏത് വസ്തുവിനെക്കുറിച്ച് ആലോചിക്കുന്നുവോ ഭാവന ചെയ്യുന്നുവോ ആ ഭാവനാബലത്താൽ തദേവ പശ്യത്യഖിലം, കാണുന്നത് മുഴുവൻ അതാണ് എന്ന് തോന്നിത്തുടങ്ങുമത്രേ. സദാ തദ്ഭാവഭാവിത. ഏതിനെക്കുറിച്ച് ആലോചിക്കുന്നുവോ ആ ആലോചന മനസ്സിൽ പൂർണ്ണമായി അങ്ങോട്ട് ഉറച്ചു എന്നുണ്ടെങ്കിൽ ആ ആലോചന മനസ്സിനെ വിഴുങ്ങിയതുപോലെയാണ്. അപ്പോൾ ആ മനസ്സ് പിന്നെ കാണുന്നത് മുഴുവൻ ഒരുപോലെയാണ്. ആ ഒരുപോലെ ആയിട്ട് അങ്ങോട്ട് കാണുന്നു. അതാണ് ഇവിടെ പറയുന്നത്. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേ അക്ഷിഗോചരേ. മയ്യാവേശ്യ മനഃ കൃഷ്ണം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത് മാം ഉപൈഷ്യത. അതുകൊണ്ട് എൻ്റെ പ്രിയ ഭാജനങ്ങളെ, എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത്? ഉദ്ധവൻ വഴിക്ക് കൊടുത്തയച്ച സന്ദേശമാണെന്ന് പറഞ്ഞുവല്ലോ. ഉദ്ധവൻ ഉദ്ബോധിപ്പിക്കുകയാണ്. മയ്യാവേശ്യ മനഃ കൃഷ്ണം, നിങ്ങളുടെ മനസ്സിനെ കൃഷ്ണം മുഴുവനും മയി ആവേശ്യ, എന്നിൽ ആവേശിപ്പിച്ച് നിർത്തി, സ്നേഹപൂർവം തീവ്രതപൂർവം ഭാവബലത്തോടുകൂടി കൃഷ്ണ 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 എന്നുള്ളൊരു വിചാരവും ഭാവനയും മാത്രമായി നിങ്ങളുടെ മനസ്സ് എന്നിൽ അങ്ങോട്ട് ആവേശിപ്പിച്ച് നിർത്തിയാൽ വിമുക്താശേഷവൃത്തിയത്, ബാക്കി എല്ലാ വൃത്തികളിൽ നിന്നും മനസ്സ് അങ്ങോട്ട് വിമുക്തമാവണം. അപ്പോൾ ബാക്കി എല്ലാ വിചാരങ്ങളും നീങ്ങി കൃഷ്ണവിചാരം മാത്രമായി നിങ്ങളുടെ മനസ്സ് ആവേശത്തോടുകൂടി നിലകൊണ്ടാലോ അനുസ്മരന്ത്യോ മാം നിത്യം, എന്നെ ഇടവിടാതെ നിരന്തരമായി നിങ്ങൾ സ്മരിക്കുന്ന പക്ഷം അചിരാത് മാം ഉപൈഷ്യത. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കൃഷ്ണൻ എന്ന് പറയുന്ന ആ കൃഷ്ണത്വത്തോടുകൂടി ലയിച്ച് അങ്ങോട്ട് ചേരണം. അത് ലയിച്ച് ചേർക്കാനാണ് ഞാൻ അകന്നു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോളൂ. ഈ ചേരലും ലയിക്കലുമൊക്കെ ആന്തരമായിട്ടുള്ള അനുഭവമാണ്. അധ്യാത്മത്തിൽ മുഴുവനും മനസ്സിനുള്ള അനുഭവമാണ്, ശരീരത്തിനുള്ളതല്ല. അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത്മാം ഉപൈഷ്യത. ഞാൻ ഈ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്കൊരു പക്ഷേ സംശയം തോന്നാം. കൃഷ്ണൻ കാരുണ്യഹീനനായി സംസാരിക്കുന്നതാണോ ഇത്? അതോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള അടുപ്പം കൊണ്ടും ഒരു ഉപദേശമായി നമ്മൾക്ക് നല്ലത് വരാൻ വേണ്ടി ചെയ്യാനുള്ളതോ എന്ന് നിങ്ങൾ സംശയിക്കാം. കേട്ടോളൂ അതിനുള്ള ഉദാഹരണം. യാമയാ ക്രീഡതാ രാത്രിയാം വനേസ്മിൻ വ്രജാസ്ഥിതാഃ അലബ്ധരാസാഃ കല്യാണ്യോ മാപുർ മദ്വീര്യ ചിന്തയാ. നിങ്ങളെല്ലാവരും എൻ്റെ ഓടക്കുഴൽ വിളി കേട്ട് യമുനയിലുള്ള യമുനാ നദീ തീരത്തുള്ള വനങ്ങളിലേക്ക് വന്നുവല്ലോ. നമ്മൾ കുറേ മണിക്കൂറുകൾ രാത്രി അവിടെ ചെലവ് ചെയ്തുവല്ലോ. ആ ചെലവ് ചെയ്ത സമയത്ത് നിങ്ങൾ തന്നെ ഇടയിലുള്ള ചില സ്നേഹിതകളൊക്കെ ഉണ്ട്. അതിൽ ചിലരെ ഭർത്താക്കന്മാരും കുട്ടികളും എല്ലാവരും കൂടി തടഞ്ഞു നിർത്തി, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. ചിലരെ അകത്തിട്ട് വാതിലടച്ച് പൂട്ടുവരെ ചെയ്തു. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ മധുരയിൽ നിന്നാണ് ഈ സന്ദേശം കൊടുത്തയക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കാലം ഒരു ചരിത്രം പോലെ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. യാമയാ ക്രീഡതാ രാത്രിയാം, രാത്രിയിൽ എന്നോടുകൂടി ക്രീഡിക്കുന്ന സമയത്ത് വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ, ഈ രാസലീല എന്ന് പറയുന്ന ആ വാസമുണ്ടല്ലോ, അത് നടത്തുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ പറ്റാതെ അലബ്ധരാസാഹ, ആ രാസലീലാ സുഖം അല്ലെങ്കിൽ അമൃതം ആസ്വദിക്കാൻ പറ്റാതെ കിട്ടാതെ ശാരീരികമായി ലഭിക്കാതെ ഇരുന്ന കൂട്ടരുണ്ടല്ലോ.
ഹേ കല്യാണ്യ, കല്യാണിമാരെ, മാപുർ മദ്വീര്യ ചിന്തയാ. വാതിലടച്ച് ഭർത്താക്കന്മാരും കുട്ടികളും കൂടി അവരെ ഉള്ളിലങ്ങോട്ട് വെച്ചു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ശാരീരികമായി അടച്ചു പൂട്ടാൻ പറ്റി, അതും ബാഹ്യമായി വാതിലുകൊണ്ട്. ഇവിടെ കൃഷ്ണൻ്റെ അടുത്ത് പോകണമെന്ന് തോന്നിയത് ശരീരത്തിനല്ല, മനസ്സിന്. ആ മനസ്സിനെ അടച്ചു പൂട്ടാൻ ആർക്കും പറ്റിയില്ല. അപ്പോൾ അടച്ചു പൂട്ടിയപ്പോൾ കൃഷ്ണവിചാരവും കൃഷ്ണാവേശവും അവരിൽ അങ്ങനെ തളച്ച് പൊന്തിയിട്ടോ ആ പൊന്തലിൽ കൃഷ്ണനോട് കൂടി ഐക്യം പ്രാപിച്ച് ശരീരം അങ്ങോട്ട് വീണു അവരുടെ. ഇത് നിങ്ങൾക്കറിയാമല്ലോ ഈ സംഭവം നടന്നത്. അപ്പം മനസ്സിൽ തീവ്രമായ വിചാരം വന്നാൽ ആ വിചാരത്തിന് എത്ര കണ്ട് ശക്തിയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാൻ ഇതിലധികം എന്ത് ദൃഷ്ടാന്തം വേണം? യാ മായാ ക്രീഡതാരാത്രിയാം വനേസ്മിൻ വ്രജാസ്ഥിതാഃ അലബ്ധരാസാഃ കല്യാണ്യോ മാപുർ മദ്വീര്യ ചിന്തയാ. മാനസ സാമീപ്യത്താൽ അവർക്കൊക്കെ എന്നോടുകൂടി ഐക്യം വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾക്കറിയില്ലേ? ഇതാണ് കൃഷ്ണൻ കൊടുത്തയച്ചത്. ഈ സന്ദേശം മൂലം കൃഷ്ണൻ ചെയ്തത് എന്താ? അവരിലൊക്കെ ധർമ്മസ്ഥാപനം. കൃഷ്ണഭക്തിയുടെ പേരിൽ കുടുംബങ്ങൾ ഛിദ്രമാകരുത്. കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാരും കുട്ടികളും തമ്മിലുള്ളതായ ബന്ധം വേണ്ടതുപോലെ ഉറച്ചു നിൽക്കണം. അതിനൊരു കോട്ടം വരുത്തുന്നതാവരുത് ഈശ്വരഭക്തി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എല്ലാ ധർമ്മങ്ങൾക്കും നിദാനമായിരിക്കുന്ന കുടുംബം, ഗൃഹം എന്ന് പറയുന്ന ആ രംഗമുണ്ടല്ലോ, അത് വേണ്ടതുപോലെ പുലരണം എന്ന് വിചാരിച്ചിട്ട് ധർമ്മോപദേശം ചെയ്തതാണ് അവരുടെ ഭാഷയിൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗോപസ്ത്രീകളോടുകൂടി കുറേ കാലം കഴിഞ്ഞുകൂടി അവരുടെ ജീവിത രീതി എന്താ, അവർക്ക് കൃഷ്ണനോടുള്ള ഭക്തി എന്താ, ഉദ്ധവന് തനിക്കെന്താ കൃഷ്ണനെപ്പറ്റി പറയാനുള്ളത്, ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഈ ഉദ്ധവൻ ഗോപസ്ത്രീകളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെപ്പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തിന് പഞ്ചരത്നങ്ങൾ എന്നാണ് പറയുക. 5 ശ്ലോകമാണ് നല്ല വൃത്തത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഉദ്ധവൻ പറയുന്നതാണ്. ക്വേമാ സ്ത്രിയോ വനചരീർവ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വചൈഷ പരമാത്മനി രൂഢഭാവഃ നന്വീശ്വരോനുഭജതോ വിദുഷോപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജ ഇവോപയുക്തഃ. ഈ ശ്ലോകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് ഹൃദിസ്ഥമാക്കി ഉരുവിടണം നിങ്ങൾ. വെറുതെ ഒന്നും ഭക്തി ഇങ്ങനെ ആഹ്ലാദപരമായിട്ടുള്ള ഭക്തി വരുമെന്ന് വിചാരിക്കരുത്. പഞ്ചരത്നങ്ങൾ എന്നാണ് പറയുന്നതിന്. 5 രത്ന. ക്വേമാ സ്ത്രിയോ വനചരീർ വ്യഭിചാരദുഷ്ടാഃ. വേദവ്യാസ മഹർഷി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൽ. പറഞ്ഞിട്ടുള്ളതോ 2ാമത്തെ ശ്ലോകത്തിലാണ്. ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് എന്ന് തുടങ്ങി സത്യം പരം ധീമഹി എന്ന് അവസാനിക്കുന്നു. തൊട്ട പിന്നിൽ പറയുന്ന ശ്ലോകം എന്താ? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. പ്രപഞ്ചത്തിലുള്ള വാസം താപത്രയങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. നമുക്ക് എങ്ങനെയോ ഒരു ശരീരം കിട്ടി ലോകത്തിൽ ജീവിക്കും വേണം. ആ ജീവിക്കുന്ന സമയത്ത് വീട് മൂലം, സമാജം മൂലം, ബാക്കിയുള്ളത് മൂലം നമുക്ക് താപത്രയം ഉണ്ടാവും. അത് നീങ്ങുന്നത് മനസ്സിലാണ്, അനുഭവിക്കുന്നത് മനസ്സാണ്. അതിനുള്ള വഴി എന്താ? ഈ അധ്യാത്മ ജീവിതം മാത്രം, ഈ അധ്യാത്മ തത്വങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ജീവിതത്തെക്കുറിച്ച് ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. ഭാഗവത മുനി വേദവ്യാസ മഹർഷി പറയുകയാണ്, ഓരോ സന്ദർഭം വരുമ്പോഴും ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രത്തെ അല്ലെങ്കിൽ ഓരോരോ ആൾക്കാരെയോ കൂട്ടത്തെയോ വിവരിക്കുന്ന സമയത്ത് യാതൊരു സങ്കോചവുമില്ലാതെ ഉള്ളു തുറന്ന് തൊലി ഉരിച്ച് വിവരിക്കണം. ഞാൻ ആ വിവരിക്കുന്നതിൽ എനിക്കൊരു മടിയില്ലാന്ന്. എന്തിനാ സ്വാമിജി ഇത് പറയുന്നത്? പറയണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അങ്ങനത്തതാ. ഏതാ പദം? വ്യഭിചാരദുഷ്ടാഃ. പലരും ഒരുപക്ഷെ ഇതിൻ്റെ പ്രസക്തിയോ ഇതിൻ്റെ പ്രാധാന്യമോ ഇതിൻ്റെ സ്ഥാനമോ പോലും അറിയാത്തവരാ. ഭാഗവതമൊക്കെ വായിക്കും, എന്നിട്ട് പലതും കേൾക്കും, അതിൽ പ്രധാനപ്പെട്ടത് വിട്ടുകളി. ക്വേമാ സ്ത്രിയോ വനചരീഹി വ്യഭിചാരദുഷ്ടാഃ. ഉദ്ധവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ചത് പ്രകാരം വൃന്ദാവനത്തിൽ ചെന്ന് ഗോപസ്ത്രീകളുടെ ജീവിത രീതി മുഴുവനും ഒബ്സർവ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി അവർക്ക് കൃഷ്ണനോടുള്ള ഭക്തി എത്രയാണെന്നുള്ളത് അളന്ന്
കണ്ട് 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 ആസ്വദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് അവസാനം പറയാനുള്ള ഒരു വിലയിരുത്തലാണ്. ക്വേമ, എവിടെയാണ് ഈ സ്ത്രീകൾ? എങ്ങനത്തെവരാ? വനചരീഹി, വനത്തിൽ വസിക്കുന്നവരാണിവർ. സാധാരണ ലളിത ജീവിതമാണ് അവർക്ക്. അത്ര പഠിപ്പോ അത്ര അറിവോ അത്ര കേമത്തോ ഒന്നുമില്ല. പശുക്കളെ അസലായിട്ട് കറക്കും, ആ പാല് നന്നായി തിളപ്പിക്കും, തൈരുണ്ടാക്കും, കടഞ്ഞ് വെണ്ണയെടുക്കും. പാലും വെണ്ണയൊക്കെ എത്ര വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും, തൈരുമൊക്കെ. ഭർത്താക്കന്മാരുണ്ട്. അവർ സാധാരണ ജീവിതം മണ്ണോടും മൺചെടികളോടും വൃക്ഷങ്ങളോടും പശുക്കളോടും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ്. ഇന്നത്തെ മാതിരിയുള്ള വിദ്യാഭ്യാസങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള സിമ്പിൾ ജീവിതക്കാർ, ലളിത ജീവിതം നയിക്കുന്നവരാണവർ. അവരെവിടെ കിടക്കണു? അവർക്കൊരു ദൂഷ്യമുണ്ട്. എന്താ ദൂഷ്യം? ദെയർ സൊസൈറ്റി ഈസ് എ പ്രൊമിസ്ക്വസ് സൊസൈറ്റി. വ്യഭിചാരദുഷ്ടാഹ. സാധാരണ എല്ലാ സമാജ വിഭാഗങ്ങൾക്കും മൊറാലിറ്റി, എത്തിക്സ് ഉണ്ടാവണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നും ഉയർന്ന സമ്പന്ന വർഗങ്ങളിൽ ക്ലബ്ബുകളിലൂടെയും മറ്റും ഈ മാതിരി ദോഷങ്ങൾ അങ്ങനെ അംഗീകൃത ഭാഷയിൽ അംഗീകരിച്ചുകൊണ്ട് നടത്തുന്നവരുണ്ട്. ചില ക്ലബ്ബുകളൊക്കെ ഉണ്ട്. നഗ്നമായി സഞ്ചരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പരിഷ്കാരത്തിൻ്റെ പേരിൽ ചെയ്യുന്നതാണ്. പഴയ കാലത്ത് ഇന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം പരന്ന് ചെന്നാൽ പല വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും കാണാം. അതിൽ ചിലതൊക്കെ എനിക്ക് അറിയാം, ഞാനിപ്പോൾ പറയണില്ല. ക്വേമ സ്ത്രീയോ വനചരീഹി വ്യഭിചാരദുഷ്ടാഹ. ഇവരങ്ങനെ ചാരിത്രം എന്ന് പറയുന്നത് പൂർണ്ണമായി പിടിച്ചു പുലർത്തുന്ന ഒരു കൂട്ടരാണെന്ന് വിചാരിക്കരുത്. കുറേയൊക്കെ വ്യഭിചാരം ദുഷിപ്പിച്ചിട്ടുള്ളവരാ. ഈ ജനങ്ങളിൽ ചില വിഭാഗങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഞാനിത് പറയുമ്പോൾ നിങ്ങളാരും പെട്ടെന്ന് നീരസം നടിക്കുകയൊന്നും വേണ്ട. നമ്മളിവിടെ അനവധി ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ്റിൽ നിന്ന് നിയമിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന്, വില്ലേജിൽ നിന്ന് തുടങ്ങി നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി വരെയുള്ള ആൾക്കാരെ ഇവിടെ ഗവൺമെൻറ്റിൽ നിയമിച്ചിട്ടുള്ളവരാ. ഒക്കെ പണം കൊടുത്ത്. ആരുടെയാ പണം? ജനങ്ങളുടെ പണമാണ്, നികുതി പണമാണ് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഉദ്യോഗത്തിന് വയ്ക്കുന്ന സമയത്ത് ഞാൻ ഒരു വിധത്തിലും തകരാറ് ചെയ്യാതെ ഫെയർ അഡ്മിനിസ്ട്രേഷൻ, തത്വദീക്ഷയോടുകൂടി മര്യാദയുള്ള ഒരു ഭരണം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. ആ ഭരണകക്ഷികളിൽ ശമ്പളം അല്ലാതെ ഒരു കിമ്പളവും കൂടി മേടിക്കാൻ അവർ തുടങ്ങുകയാണെങ്കിൽ അത് ചാരിത്രലംഘനമല്ലേ? എന്താ നിങ്ങളാരും മിണ്ടാതിരിക്കണാവോ? ഭരണചാരിത്രം എന്നൊരു ചാരിത്രമില്ലേ? ചാരിത്രം എന്ന് പറയുന്നത് ലൈംഗിക ചാരിത്രം മാത്രമേ ഉള്ളൂ. അച്ഛനമ്മമാരോട് പെരുമാറുന്ന പുത്രന്മാർക്ക് പുത്രചാരിത്രമുണ്ട്, പുത്രിചാരിത്രമുണ്ട്, ഭാര്യാചാരിത്രമുണ്ട്, ഭർത്തൃചാരിത്രമുണ്ട്, സഹോദര ചാരിത്രമുണ്ട്. ഒരു നാഗരികൻ, ഒരു സിവിലിയനാണ് ഒരു രാജ്യത്തിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ രാജ്യത്തോടുള്ള കടപ്പാടിനാണ് രാഷ്ട്രചാരിത്രം അല്ലെങ്കിൽ ദേശസ്നേഹം എന്ന് നാം പറയുന്നത്, പേട്രിയോട്ടിസം. ഇതൊക്കെ ചാരിത്രവശങ്ങളാണ്. അതിൽ സെക്ഷുവൽ ചാരിത്രം എന്ന് പറയുന്നത് ഒരു വിഭാഗമായുള്ളൂ. അപ്പോൾ ഭരണചാരിത്രമില്ലാതെ ഇപ്പോൾ ഭരണം ദുഷിച്ചിരിക്കണതോ? അതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയണു? ഇന്ത്യ രാജ്യത്തിന് 85ാമത്തതാ സ്ഥാനം. നാണാവില്ലേത് കേൾക്കാൻ? എത്ര വലിയ ദോഷമാണ്. നമ്മളെല്ലാവരും ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് അതിന് വിധേയരാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പെട്ടു, ഞാനടക്കം ഇവിടെ ഭരണചാരിത്രം ഇല്ലാത്തതിന് വിധേയനാണ്. പിഴച്ച ഒരു രാജ്യത്തിൻ്റെ ആളായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇതാരും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു വിഭാഗം അങ്ങനെയാണ്. ക്വേമാ സ്ത്രീയോ വനചരീർ വ്യഭിചാരദുഷ്ടാഹ കൃഷ്ണേ ക്വ ചൈഷ പരമാത്മനി രൂഢഭാവ. ഒരു ഭാഗത്ത് വനചരികളായി വ്യഭിചാരദുഷ്ടന്മാരായിരിക്കുന്ന ഈ സിമ്പിൾ ലളിതരായിരിക്കുന്ന ലളിത ജീവിതം നയിക്കുന്ന ഈ സ്ത്രീകൾ, മറുഭാഗത്തോ പരമാത്മനി കൃഷ്ണേ രൂഢഭാവ ക്വ. ഇവർക്കാണ് പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനിൽ ഇത്രയും ഉറച്ച അചഞ്ചലമായിരിക്കുന്ന ഒരു സ്നേഹഭാവം പുലർത്തി അവർ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ലളിത ജീവിതവും വനവാസവും ഒരു ഭാഗത്ത് തട്ടിച്ചു നോക്കുമ്പോൾ അവർക്ക് ഈ പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനിൽ തോന്നുന്ന അചഞ്ചലവും അനന്യവും സമഗ്രവും സമ്പൂർണവുമായിരിക്കുന്ന ഒരു സ്നേഹഭാവം അതെവിടെ? ഒന്ന് കിണറിൻ്റെ ഉള്ളിലാണ്, താഴത്താണെന്ന് വയ്ക്കുക. മറ്റത് പർവ്വതത്തിൻ്റെ മുകളിലാണ്. അത്രയാണ് വ്യത്യാസം. അജഗജാന്തരം എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയുള്ളൊരു വ്യത്യാസം. നന്വീശ്വരോ അനുഭജതോ അവിദുഷോപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജ ഇവോപയുക്ത. അവർക്ക് ഈ ഈശ്വരോ അനുഭജതോ അവിദുഷോപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജ ഇവോപയുക്ത. ഒരു നല്ല മരുന്ന്, ഔഷധം, അത് ആര് കഴിച്ചാലും
അവർക്ക് നല്ല ഫലം ചെയ്യും. അതേമാതിരിയാണ് ഈ കൃഷ്ണഭക്തി. നന്വു ഈശ്വരോ അനുഭജതോ അവിദുഷോപി സാക്ഷാത് ശ്രേയസ്തനോതി. ഈ ഈശ്വരനെ നാം ഭജിക്കുന്നു. ആ ഭജിക്കുന്ന സമയത്ത് ആ ഈശ്വരനാണ് എന്താ എന്ന് നല്ലോണം മനസ്സിലാക്കിക്കൊണ്ടാവില്ല ഭജിക്കുന്നത്. ആർക്കും ഭജന ചെയ്യാം. അജ്ഞനും വിജ്ഞനും ഒരുപോലെയാണ് ഭജന. ഒരു പക്ഷേ വിജ്ഞൻ്റെ മനസ്സ് ഭജന ചെയ്യാൻ മടിച്ചു എന്ന് വരാം. വായ തുറന്ന് ഈശ്വരനാമങ്ങൾ ചൊല്ലാനോ എല്ലാം മറന്ന ഈശ്വരനെ ധ്യാനിക്കാനോ അവരുടെ വിദ്വത്വം അവർക്ക് തടസ്സമായി നിൽക്കും, സമ്മതിച്ചു എന്ന് വരില്ല. നേരെ മറിച്ച് പഠിപ്പില്ലാത്തവരോ അപ്പോൾ എത്ര അവിദുഷനായാലും വേണ്ടതുപോലെ നിത്യനിരന്തരമായി ഭജിക്കുമ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യണു? സാക്ഷാത് ശ്രേയസ്തനോതി അഗതരാജയിവോപയുക്ത. ശ്രേഷ്ഠമായ മരുന്ന് വേണ്ടതുപോലെ ശീലിച്ചാൽ ആ ശീലിക്കുന്ന രോഗി ആരായാലും, ആണായാലും പെണ്ണായാലും ഉന്നതനായാലും അല്ല താഴ്ന്നവനായാലും അഭികാമ്യനായാലും അനഭികാമ്യനായാലും എല്ലാവർക്കും ഒരുപോലെ ഔഷധം രോഗം മാറ്റുന്നത് മാതിരി ഈശ്വരനോട് തോന്നുന്ന ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തി ആർക്ക് എവിടെ എന്നുള്ള ചോദ്യമില്ല, ഭക്തി ഉണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇവർക്ക് എല്ലാവർക്കും അതിൽ നിന്ന് മോക്ഷം കിട്ടുന്നത് എന്ന് ആര് പറയുന്നു? ഉദ്ധവൻ. കോപസ്ത്രീകളെക്കുറിച്ചുള്ള ഒരു പരാമർശം, ഒരു വിലയിരുത്തലാണ്. ക്വേമാ സ്ത്രിയോ വനചരീർവ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വചൈഷ പരമാത്മനി രൂഢഭാവ നന്വീശ്വരോനുഭജതോ അവിദുഷോപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജ ഇവോപയുക്ത. ഞാനിത് എന്തിനാ ഈ ശ്ലോകം പറഞ്ഞതെന്നറിയോ? ശ്രീകൃഷ്ണൻ ഈ രാസലീല എന്നൊന്ന് നടത്തിയെന്നാണല്ലോ പറയുന്നത് ഭാഗവതം. ഇതൊക്കെ നടത്തിയത് ആ സ്ത്രീകളുടെ സ്വഭാവവിശേഷവും അവരുടെ സമാജ വ്യവസ്ഥിതിയും സൈക്കോളജിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതേമാതിരി അദ്ദേഹം വിപ്രപത്നികളോട് പെരുമാറിയില്ല എന്നുള്ളതാണ് ഒരു കോൺട്രാസ്റ്റും വിശേഷവും. അങ്ങനെ അവരോട് കൂടി കളിച്ചു എന്നിരിക്കട്ടെ, ഗോപസ്ത്രീകളോട് കൂടി അവർക്ക് കൊടുത്തിട്ടുള്ള ഉപദേശവും ആ ഉപദേശത്തിന് ശേഷം അവർക്ക് ഉദ്ധവൻ വഴിക്കയച്ച സന്ദേശവും ഉദ്ധവൻ അവിടെ ചെന്ന് കണ്ട് നൽകുന്ന വിലയിരുത്തലും ഇതൊക്കെയാണ് കൃഷ്ണ വ്യക്തിത്വത്തിന് വേണ്ടത്ര തെളിവ് നമുക്ക് നൽകുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഗ്രഹിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാം തന്നെ. പിന്നെ വിപ്രപത്നികൾ, അവരായിട്ടുള്ള സമ്പർക്കം എങ്ങനെയാണ് ഉണ്ടായത്? കൃഷ്ണനും ബലരാമനും ഗോപന്മാരും എല്ലാവരും കൂടി പശുക്കളെ മേച്ചുകൊണ്ട് യമുനാ നദീ തീരത്തിൽ കഴിയാണ്. അപ്പോൾ വിശന്നു, ഒന്നിലോ വിശന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കൃഷ്ണൻ വിശന്നു എന്ന് പറഞ്ഞതാവാം. എന്തായാലും അദ്ദേഹത്തിന് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരി ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യം പറഞ്ഞു ഗോപന്മാരോട്, കൃഷ്ണനും ബലരാമനും കാട്ടിലെത്തിയിരിക്കുന്നു പശുക്കളുടെ കൂടെ, അവർക്ക് നല്ലോണം വിശപ്പുണ്ട്, അതുകൊണ്ട് അവിടെ യാഗം നടത്തുന്നുണ്ട് ബ്രാഹ്മണർ. അവരോട് ചെന്ന് ഈ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു അനൗചിത്യവുമില്ല, യാഗത്തിന് സമ്മതമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഭക്ഷണം ചോദിക്കൂ ഞങ്ങൾക്ക് വേണ്ടിയെന്ന് ഇവരവിടെ പോയി ചോദിച്ചു. ആ ബ്രാഹ്മണരുണ്ടല്ലോ, ആര്? ബ്രാഹ്മണർ, ഭൂസുരശ്രേഷ്ഠന്മാർ. എങ്ങനത്തവനാ അവർ? വേദങ്ങളുടെ കസ്റ്റഡിയന്മാരാണ്. വേദങ്ങളെ മുഴുവൻ പരീക്ഷിക്കുന്നവരാണ് അവർ. വേദത്തിൽ എന്താ പറയുന്നത്? നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കണം വേദം എന്താ പറയുന്നതെന്ന്. അപ്പോൾ ആ വേദങ്ങളുടെ കസ്റ്റഡിയന്മാരായി വൈദികമായിരിക്കുന്ന വിശേഷ കർമ്മം ചെയ്യുകയാണ്. ആ കർമ്മം ചെയ്യുമ്പോൾ വേദത്തോടുള്ള ആഭിമുഖ്യം വളരെ വ്യക്തമാണത്. അങ്ങനെയുള്ള സമയത്താണ് വിശന്നു പൊരിയുന്നു കൃഷ്ണരാമന്മാർക്ക് എന്ന് പറഞ്ഞ് ഭക്ഷണം ചോദിച്ച് ചെന്നത്. ഈ ബ്രാഹ്മണരുണ്ടല്ലോ കണ്ണടച്ച് അവിടെ ഇരുന്നേ ഉള്ളൂ, കേട്ട ഭാവം നടിച്ചില്ല. ഗോപന്മാരെന്ത് ചെയ്യും? അവരെ നമസ്കരിച്ച് തൊഴുത് സ്തുതിച്ചതിന് ശേഷമാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരുടെ പേരിൽ ഒരു തെറ്റുമില്ല, അവർ മടങ്ങി വന്നു. അവർ ഇന്നസെൻ്റ് ആണല്ലോ. മടങ്ങി വന്ന് കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ വിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, രണ്ടാമത് ചെല്ലൂ, എന്നിട്ട് ആ ബ്രാഹ്മണരുടെ ഭാര്യമാരുണ്ടല്ലോ ധർമ്മപത്നികൾ, അവരോടിങ്ങനെ കൃഷ്ണനും രാമനും വന്നിട്ടുണ്ട്, അവർക്ക് വശന്ന് വല്ലാതെ പൊരിയണു, ഭക്ഷണം ചോദിക്കണു, ഞങ്ങളെ പറഞ്ഞയച്ചു എന്ന് ചെന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അയ്യോ, കൃഷ്ണനും രാമനോ ഇത്ര അടുത്ത് എത്തിയിട്ടുണ്ടോ? ഇത് വലിയൊരു സുവർണാവസരമാണല്ലോ, നമ്മളായിട്ട് പോകണ്ട, വിശപ്പുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് അവരായിട്ട് പറഞ്ഞിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നല്ല തളികയെടുത്ത് വെടുപ്പാക്കി അതിൽ ഭക്ഷണമൊക്കെ വേണ്ടതുപോലെ വിളമ്പി നിറച്ച് ധാരാളം വെച്ച് എല്ലാവരും കൂടി കൃഷ്ണന് കൊണ്ടു കൊടുക്കാം, നിങ്ങൾ വേണ്ട ഞങ്ങൾ തന്നെ വന്നോളാമെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണ ദർശനത്തിനും കൃഷ്ണനുമായി സായുജ്യം ലഭിക്കാനും വലിയൊരു അവസരമായിട്ടാണ് തോന്നിയത്. അവരെല്ലാവരും കൂടി അതങ്ങോട്ട് കൊണ്ടുപോയി. അപ്പുറത്ത് ഗോപസ്ത്രീകളുമായി നടന്ന കാര്യം നിങ്ങളോട് ഞാൻ സംസാരിച്ചു. ഇനിതാ പറയണത്, ഭാഗവതം വിവരിക്കണത് കേട്ടോളൂ.
വിപ്രപത്നികളോട് എന്താ പറഞ്ഞതെന്ന്. താസ്തഥാ ത്യക്ത സർവാശാഃ പ്രാപ്ത ആത്മദിദൃക്ഷയാ വിജ്ഞായ അഖില ദൃഗ്ദ്രഷ്ട പ്രാഹ പ്രഹസിതാനനഃ. ഈ പദങ്ങളാണ് ഭാഗവതത്തിലെ ശാസ്ത്രമാക്കി തീർക്കുന്നത്. അതിൻ്റെ മാധുര്യം, അതിൻ്റെ പ്രാഗൽഭ്യം, അതിൻ്റെ ഔന്നത്യം, അതിൻ്റെ വിശേഷപ്പെട്ട എന്താ പറയുക, ഒരു നിസ്തുലമായിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഈ ഭാഗവത ശാസ്ത്രത്തിന്. താസ്തഥാ ത്യക്ത സർവാശാഃ, അവിടെയാണ് ഭാഗവതത്തിൻ്റെ എംഫസിസ് ഉറപ്പിക്കൽ. ത്യക്ത സർവാശാഃ. വന്നത് ബ്രാഹ്മണ സ്ത്രീകളാണ്. അവരുണ്ടായിരുന്നു, അവർക്കറിയാം. ബ്രാഹ്മണരോട് ചോദിച്ചപ്പോൾ കേട്ട ഭാവം നടിക്കാതെ അവർ അവിടെ ഇരുന്നു. അതേസമയത്ത് സ്ത്രീകളോട് നേരിട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ കൊടുക്കാൻ ഇഷ്ടപ്പെടാതെ മിണ്ടാതെ ഇരുന്നിരിക്കേ ഞങ്ങൾ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരാലോചന അവർക്ക് വന്നില്ല. പ്രേക്ഷകരെ, നിങ്ങളുടെ ഇടയിൽ സ്ത്രീകളുണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താക്കന്മാരിങ്ങനെ ഒരു നിരസനം നടത്തിയാൽ ഈ വിപ്രസ്ത്രീകളെ മാതിരി ഞങ്ങൾക്കൊരവസരം കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഭക്ഷണവും കൊണ്ടൊരു മഹാത്മാവിൻ്റെ അടുത്ത് പോകുമോ? ആലോചിക്കും. ഭാഗവതം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കൃഷ്ണപൂജ നടത്താനും ഇഷ്ടമാണ്. എന്നാൽ ആ ഭാഗവതം പറയുന്ന മൊഴികൾ കേട്ട് അതിലുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ട് സ്വയം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും സമ്പന്നമാക്കാനുള്ള ഒരു തീവ്രത, ഒരാവേശം നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കൂ. അതാണ് ഇവിടെ ആവശ്യം. താസ്തഥാസ്ത്യക്ത സർവാശാഃ, മനസ്സിലുള്ള ആശകളെ മുഴുവൻ കളഞ്ഞു, എല്ലാറ്റിനെയും വിട്ട്. പ്രാപ്ത ആത്മദിദൃക്ഷയാ, എല്ലാ ആശകളെയും വിട്ട് കുടുംബത്തിനോട് യാത്ര പറഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ ഭർത്താക്കന്മാർ എങ്ങനെ അത് നോക്കിക്കാണും? ഇനി നമുക്കിവിടെ മടങ്ങി വരാൻ പറ്റുമോ? വന്നാൽ തന്നെ അവർ നമ്മെ സ്വീകരിക്കുമോ? പുരുഷന്മാർക്കാണല്ലോ മേധാവിത്വം, അവരുടെ പത്നിമാരല്ലേ ഞങ്ങൾ. അപ്പോൾ പത്നിമാർ എന്നുള്ള നിലയ്ക്ക് പതി ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താൽ അത് വലിയൊരു തെറ്റല്ലേ? ആ തെറ്റ് ചെയ്തതിന് ശേഷം ഈ വീട്ടിലേക്ക് രണ്ടാമത് നമ്മൾക്ക് നുഴയാൻ പറ്റുമോ, കിടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള പല ആലോചനകളും അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അവർ കണക്ക് കൂട്ടി എല്ലാം പൂജ്യം കൊണ്ടാണ് പെരുക്കി. ഞങ്ങൾക്കിനി ഒന്നും വേണ്ട, കൃഷ്ണ പരമാത്മാവിൻ്റെ അടുത്ത് പോയി അദ്ദേഹം എന്ത് തരണോ എന്ത് ചെയ്യണോ അത് മതി എന്നുള്ള ആ ഏക ഭക്തിയോട് കൂടിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. ആത്മദിദൃക്ഷയാ, എന്നെ കാണാൻ വേണ്ടി. അത് മനസ്സിലാക്കി വിജ്ഞായ അഖില ദൃക് ദ്രഷ്ട, ആ കൃഷ്ണനെ വിശേഷിപ്പിച്ചിരിക്കുക. കൃഷ്ണനിത് എങ്ങനെ മനസ്സിലാക്കി? അഖില ദൃക് ദ്രഷ്ട. എല്ലാം കാണുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു മനസ്സാക്ഷിയാണ്. ആ മനസ്സാക്ഷിക്ക് പോലും ദ്രഷ്ടാവായിരിക്കുന്ന കൃഷ്ണൻ എന്തു ചെയ്തു? പ്രാഹ പ്രഹസിതാനനഃ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് ചിരിക്കുക? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. കുരുക്ഷേത്രത്തിൽ അർജുനൻ തേര് തെളിച്ചു കൊണ്ടുപോയി 2 സൈന്യത്തിൻ്റെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ എന്ന് പറഞ്ഞു. അവിടെ ഭീഷ്മർക്കും ദ്രോണർക്കും മുൻപിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുകയാണ്, നല്ല പോലെ നോക്കിക്കണ്ടോളൂ എന്ന്. അപ്പോഴാണ് അർജുനൻ സങ്കടഗ്രസ്തനായി വല്ലാതെ വിഷമിച്ച് കൃഷ്ണനോട് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടാണത്രേ തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അതേമാതിരി ചിരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുക. പ്രഹസിതാനനഃ, സന്തോഷമായി അത്രേ. ബ്രാഹ്മണർ തരാത്തത് ബ്രാഹ്മണ പത്നികളെങ്കിലും കൊണ്ടുവന്നുല്ലോ, അതുകൊണ്ട് ഇനി അവരുടെ ഗൃഹത്തിന് സൗഭാഗ്യം പോവാതെ നിൽക്കും. അവരും കൂടി റെഫ്യൂസ് ചെയ്തു, തിരസ്കരിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ഒക്കെ മുടിഞ്ഞത് തന്നെ. അപ്പോൾ പുരുഷന്മാർ തോറ്റാൽ പിന്നെ കരകയറ്റാൻ ആരുണ്ട്? സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ആ സ്ത്രീകൾക്ക് ആ പരാജയം വന്നിട്ടില്ല, ബുദ്ധി പഴച്ചിട്ടില്ല എന്ന് തോന്നി അദ്ദേഹത്തിന് സന്തോഷം തോന്നിയത്രേ. എന്നിട്ട് പറയുകയാണ് കൃഷ്ണൻ. ആരെ? കൃഷ്ണൻ. സ്വാഗതം വോ മഹാഭാഗ ആസ്യതാം കരവാമകിം എന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിതം ഹിവഃ. സംസാരിക്കാൻ അറിയണേ മനുഷ്യർക്ക്, വായ ഉണ്ടായിട്ട് കാര്യമില്ല. കുട്ടികളോട് തന്നെ പറഞ്ഞു കൊടുക്കൂ എങ്ങനെ ഏത് സന്ദർഭത്തിൽ സംസാരിക്കണമെന്ന്. സ്വാഗതം വോ മഹാഭാഗ, മഹാഭാഗ്യവതികളെ, ഭാഗ്യശാലികളെ, നിങ്ങൾക്ക് സ്വാഗതം. ആരാത് പറയുന്നത്? കൃഷ്ണനാണ് പറയുന്നത്. സ്വാഗതം. അവരുടെ വരവ് വളരെ നന്നായി എന്ന് തോന്നി കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ മഹാഭാഗ്യശാലികൾ തന്നെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടാണ് പറയണത്. ആസ്യതാം, വന്നില്ലേ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവരോട് ഇരിക്കാൻ പറഞ്ഞു. കരവാമകിം, എനിക്ക് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറയൂ. എന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപമന്നമിതം ഹിവഃ. ഞങ്ങളെ കാണാൻ വേണ്ടി
കൃഷ്ണനെയും രാമനെയും കാണാൻ വേണ്ടി നിങ്ങളിങ്ങനെ വന്നുവല്ലോ, ആ വന്നത് എല്ലാം കൊണ്ടും യുക്തം തന്നെ. വാസ്തവത്തിൽ ഇതിൻ്റെ യുക്തത എവിടെയാ? നിങ്ങളുടെ കുടുംബത്തിന് തന്നെ വലിയ ഒരു രക്ഷയായിട്ടാണ് ഈ വന്നിട്ടുള്ളത്. നിങ്ങളും കൂടി വരാതെ ഇരുന്നാൽ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ മുടിഞ്ഞു പോയേനെ, വലിയ ഒരു ധർമ്മ വ്യതിയാനമായേനെ, വലിയ ഒരു പാതകം തന്നെ പറയാം, അങ്ങനെ ഒരു ദോഷമായേനെ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ, വളരെ നന്നായി. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? നന്വദ്ധാമയി കുർവന്തി കുശലാഹ സ്വാർത്ഥദർശനാഹ അഹൈതുക്യവ്യവഹിതാം ഭക്തിം ആത്മപ്രിയേ യഥാ. ഈ ശ്ലോകം വളരെയധികം ചിന്തിക്കേണ്ട ഒരു ശ്ലോകമാണ്. വിദ്വാൻമാരെ പോലും സംശയിപ്പിക്കുന്നതാ ചിന്താകാര്യത്തിൽ. വളരെ വിശേഷപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. നന്വദ്ധാമയി കുർവന്തി കുശലാഹ സ്വാർത്ഥദർശനാഹ. എന്നോട് ഭക്തി തോന്നുന്നുണ്ടല്ലോ, ആ ഭക്തി തോന്നുന്നത് ആർക്കോ? അവരൊക്കെ കുശലന്മാരാണ്. സ്വാർത്ഥദർശനാഹ, സ്വാർത്ഥദർശനാഹ. ഈശ്വരനോട് ഭക്തി എന്ന് പറഞ്ഞാൽ പലർക്കും നിങ്ങൾക്ക് തോന്നണില്ല. എന്താ അതിന് കാരണം എന്നറിയോ? ആ ഭക്തി അത്രയ്ക്ക് പരമലാഭം നൽകുന്നതാണ്. ആ പരമലാഭവും പരമനേട്ടവും കിട്ടാനുള്ള ഭക്തി നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഷുറൻസാണ്. നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി എത്ര ഉറുപ്പികയുടെയാണ് ഒന്ന് കേൾക്കട്ടെ ഞാൻ. ലക്ഷം അല്ലെങ്കിൽ കോടി, അതൊന്നും സാരമില്ല. ഈശ്വരഭക്തി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ജീവിതത്തിൽ വേണ്ടതൊക്കെ ഉറപ്പ് വന്നതാണ്. നന്വദ്ധാമയി കുർവന്തി കുശലാഹ സ്വാർത്ഥദർശനാഹ. ഇത് ഞാൻ എങ്ങനെ അർത്ഥം പറഞ്ഞു തരും? പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കും? സ്വാർത്ഥദർശനന്മാരാണത്രേ മിടുക്കന്മാരും സ്വാർത്ഥദർശികളുമായിട്ടുള്ളവരാണ് എന്നിൽ ഭക്തി വളർത്തുക എന്ന്. ഉപായപ്പെട്ടവർക്ക് വളർത്താൻ പറ്റില്ല. എന്താ കാരണം? ഈശ്വരനോട് അകൈതവമായി, അനന്യമായി, സമഗ്രമായി, വ്യതിചലനമില്ലാതെ അവ്യഭിചാരിയായിരിക്കുന്ന ഒരു ഭക്തി നാം വളർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിലേറെ നിധിയോ ധനമോ ഇൻഷുറൻസോ ഇല്ല. അതൊരു വലിയ ഭാഗ്യമല്ലേ? അതിനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സ്വാർത്ഥദർശനാഹ എന്നാണ്. സ്വാർത്ഥം എന്ന് പറയുന്നത് മലയാളത്തിൽ സ്വതവേ സെൽഫിഷ്നെസ്, അയാൾ വലിയ സ്വാർത്ഥിയ, ഒരു ദൂഷ്യമായിട്ടാണത് പറയണത്. ഇവിടെ ശാസ്ത്രോചിതമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അർത്ഥം, നേട്ടം എന്തോ അത് പ്രദാനം ചെയ്യുന്നതാണ് ഈശ്വരഭക്തി എന്ന്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പരമനേട്ടം നിങ്ങൾ അഭിലഷിക്കുന്നുണ്ടോ? അതിനുള്ള മാർഗം, ഉപാധി ഈശ്വരനോട് അകൈതവമായി തോന്നുന്ന ഭക്തിയാണ്. അഹൈതുക്യം അവ്യവഹിതം, അവ്യവഹിതാം, അഹൈതുക്യ അവ്യവഹിതാം. ഒരു കാരണത്തിനും വേണ്ടി ഈശ്വരനെ ഭജിക്കരുത്. അവ്യവഹിതാം, മനസ്സിന് കളങ്കവും ഉണ്ടാവരുത്. മനസ്സിൽ മത്തങ്ങ തപ്പണത് കുമ്പളങ്ങ, അങ്ങനെ ആവരുത്. കളങ്കമില്ലാതെ ഈശ്വരനെ നാം അഭിലഷിക്കണം, ഭക്തി വേണം. ഭക്തിം ആത്മപ്രിയേ യഥാ. ഈ ഈശ്വരൻ ആരാ? ആത്മാവാ, അവനവൻ്റെ തന്നെ ആത്മാവാണ്. മാത്രമല്ല അവനവന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനോട് എനിക്കൊരു സ്നേഹം തോന്നിയാൽ ആ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമോ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. പ്രഹ്ലാദൻ അച്ഛനോട് സംസാരിക്കുന്ന ഒരു രംഗം ഞാൻ മുമ്പ് പറയുണ്ടായി. അതിപ്പോൾ എനിക്ക് ഓർമ്മ വരണു. നിങ്ങളിത് കേൾക്കാൻ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെ കേൾപ്പിക്കാൻ ഭൂമാനന്ദ സ്വാമിജിക്ക് ഇഷ്ടമാണ്. നതേ വിദുസ്വാർത്ഥഗതിം ഹി വിഷ്ണും ദുരാശയായേ ബഹിരർത്ഥമാനിനഃ. നിനക്ക് എങ്ങനെയാണ് ഈ ഹരിയോട് ഭക്തി തോന്നിയത്? ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടില്ല, ബാക്കിയുള്ളവരും നുഴഞ്ഞു കയറി നിന്നെ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എവിടുന്ന് കിട്ടി ഈ ഹരിഭക്തി എന്ന് ചോദിച്ച് വളരെ നിർബന്ധിച്ച് ശാസിക്കുന്ന ഒരു രംഗത്തിൽ 3 ശ്ലോകമാണ് പ്രഹ്ലാദൻ അച്ഛനോട് മറുപടി പറഞ്ഞത്. അത് തുടങ്ങുന്നത് മതിർന്ന കൃഷ്ണേ പരതസ്വതോ വാ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം എന്നാണ് തുടങ്ങുന്നത്. സാധാരണ കുടുംബത്തിൽ ജനിച്ചാൽ ഇങ്ങനെയുള്ള ഭക്തി ഈശ്വരനോട് ഉണ്ടാവില്ല. എന്താ കാരണം? കുടുംബങ്ങളിലൊക്കെ ഭക്തി കാര്യ, അതില്ല. പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് ഉണ്ടാവുക? അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത് എങ്ങനെയെന്നല്ലേ അങ്ങയുടെ ചോദ്യം. സാധാരണ ഗൃഹസ്ഥന്മാരാവരും നതേ വിദുഹു സ്വാർത്ഥഗതിം ഹി വിഷ്ണു. പ്രേക്ഷകരെ, ഈ സ്വാർത്ഥഗതി, സ്വാർത്ഥദർശൻ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഭാഗവതം ഒരു മഹത് ശാസ്ത്രമാണ്, അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണത്. സാധാരണ ഗൃഹസ്ഥന്മാർക്ക് അറിയില്ല അത്ര എന്ത് സ്വാർത്ഥഗതിം ഹി വിഷ്ണു. മഹാവിഷ്ണു എന്ന് പറയുന്ന ആള് സ്വാർത്ഥഗതിക്കാരനാണ്. നമുക്ക് എന്തെല്ലാം അർത്ഥം വേണമെന്ന് തോന്നുന്നുണ്ടോ അത് മുഴുവനും ലോപമില്ലാതെ പ്രദാനം ചെയ്യാനും ലഭിക്കാനുമുള്ള ഒരു വഴി,
ഒരു കേന്ദ്രമാണ് മഹാവിഷ്ണു എന്നവരറിയണില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണു? അവരുടെ മനസ്സൊക്കെ ബാക്കി വല്ല കാര്യങ്ങളിലും ചെന്ന് വിടുക. ബാക്കി വല്ല ചില്ലറ ഭക്തിയൊക്കെ ഉണ്ടാവും. മഹാവിഷ്ണുവിനോട് പൂർണ്ണമായിരിക്കുന്ന ഒരു മനസ്സ് സമർപ്പണം ആർക്കുമില്ല. എന്താ കാരണം? സ്വാർത്ഥഗതിയാണ് മഹാവിഷ്ണു എന്നറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഐഹികമോ പാരത്രികമോ ആയി എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ ആ നേട്ടം മുഴുവൻ കിട്ടാൻ വേണ്ടി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ശ്രീഹരിയോട് കളങ്കമില്ലാത്ത ഭക്തി തോന്നുക. എന്നാൽ എല്ലാം വന്നോളും. അങ്ങനെയുള്ള ഒരു ഭക്തി വലിയ ഒരു റിവാർഡ്, ഒരു സമ്മാനം, ഒരു ഇൻഷുറൻസ് ആയതുകൊണ്ടാണ് പലർക്കും ആ പടി തുറന്നു കിട്ടാത്തതും അങ്ങോട്ട് പോകാത്തതും. ഭക്തി ആത്മപ്രിയേ യഥാ. സാധാരണ നിങ്ങളൊക്കെ ക്ഷേത്രത്തിലും മറ്റു പല തീർത്ഥ സങ്കേതങ്ങൾക്കും പോകുന്നവരാണ്. അവിടെ പോയിട്ട് വഴിപാടൊക്കെ കഴിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? വഴിപാട് എന്തു പറഞ്ഞിട്ടാണ് കഴിക്കുക? ഒന്നും പറയാതെ വഴിപാട് ആരും കഴിക്കില്ല. വഴിപാട് പിന്നിലും ആവശ്യം മുമ്പിലാണ്. അവിടെ പോയിട്ട് ഈശ്വരൻ്റെ മുമ്പിൽ നിന്ന് പറയാണ്, അതേ എൻ്റെ മകൾക്ക് കല്യാണം കഴിയണേ. അപ്പോൾ ഇവിടെ ഈശ്വരൻ ഒരു ഭാഗത്ത്, കല്യാണം വേറൊരു ഭാഗത്ത്. ആ ഈശ്വരനോട് നിങ്ങൾ പറയുകയാണ് എൻ്റെ മകൾക്ക് കല്യാണം കഴിയണം. അപ്പോൾ ഇവിടെ ഈശ്വരനോ മേലെ കല്യാണമോ മേലെ നിങ്ങൾ തന്നെ പറയും. അപ്പോൾ നിങ്ങൾ ഈശ്വരന് വേണ്ടി എന്ത് വഴിപാടോ എന്ത് സമർപ്പണമോ ചെയ്യുമ്പോഴും അല്ല പ്രാർത്ഥന നടത്തുമ്പോഴും തന്നെ എൻ്റെ ഈശ്വര അങ്ങ് മാത്രമേ ഉള്ളൂ, എന്നെ രക്ഷിക്കണേ, എനിക്കൊരു പ്രാർത്ഥനയുണ്ടേ, എൻ്റെ മകൻ, എൻ്റെ പരീക്ഷ. അങ്ങനെ എന്ത് പറയുമ്പോഴും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ ഈശ്വരനോട് ചെന്ന് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതല്ലേ മീതെ നിൽക്കുന്നത്. ഈശ്വരൻ അതിന് താഴെയല്ലേ ഉള്ളൂ. ഈശ്വരൻ എല്ലാറ്റിനും മുമ്പിലാണെങ്കിൽ ആ ഈശ്വരനോട് ഇന്ന കാര്യം എന്ന് പറയുമോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? എന്തും തരാൻ തയ്യാറായി, കാരുണ്യമൂർത്തിയായി, സ്നേഹമൂർത്തിയായി, ദയാശീലനായിട്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിങ്ങൾ വെറുതെ നിന്ന് അദ്ദേഹത്തിനെ നോക്കിയാൽ മാത്രം പോരെ. അവിടുന്ന് അങ്ങോട്ട് പറയുകയാണ്, ഞാൻ വന്നിരിക്കണത് എന്തിനാണെന്നറിയോ? അങ്ങയെ കാണാൻ, സ്തുതിക്കാൻ, എന്നിട്ടോ പ്രാർത്ഥിക്കാൻ. എന്തിനു വേണ്ടി? ഇന്ന കാര്യത്തിന്. അപ്പോൾ ആ ഇന്ന കാര്യം ഈശ്വരനേക്കാൾ മേലെയായില്ലേ? ഈ കണക്കൊന്ന് നിങ്ങൾ ശരിക്കും കണക്ക് കൂട്ടി എന്നെ അറിയിപ്പിക്കുമോ? ഈശ്വരനോട് നിങ്ങൾ എന്ത് ചോദിക്കുമ്പോഴും ആ ചോദിക്കുന്ന സംഗതിക്കാണ് മുൻതൂക്കം, ഈശ്വരന് രണ്ടാമത്തെ തൂക്കേ ഉള്ളൂ, താഴെയാണ്. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി ഈശ്വരഭജനം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന മനസ്സ് പിശുക്കുള്ള മനസ്സാണ്. എല്ലാം തരാൻ തയ്യാറായി, ചോദിച്ചും ചോദിക്കാതെയും വേണ്ടതും വേണ്ടാത്തതും വേണ്ടതുപോലെ അറിഞ്ഞ് ഒരിക്കലും ചോദിച്ചു വേണ്ട തരാൻ. നമ്മളറിയുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ കാര്യങ്ങൾ അറിയാം. അങ്ങനെ എല്ലാം അറിഞ്ഞ് സർവജ്ഞനും സർവാഭീഷ്ടപ്രദനുമായി നമുക്ക് എന്ത് നല്ലതോ അത് വരാൻ വേണ്ടി സ്വതന്ത്രമായി ചിന്തിച്ച് സഹായിക്കാൻ പ്രാപ്തിയുള്ള ഒരു കേന്ദ്രത്തോട് ചെന്ന് പറയുകയാണ്, എനിക്ക് അങ്ങയോട് ഭക്തിയുണ്ടേ, ഞാൻ പ്രാർത്ഥിക്കണു, ഇന്നത് കഴിയണം. അപ്പോൾ ആ ഇന്നത് കഴിയണം എന്നുള്ളതിലാണ് മനസ്സിന് കൂടുതൽ വില. അങ്ങനെ വരുമ്പോൾ ആ ഭക്തി എങ്ങനെയാണ് സമഗ്രമാവുക? അതിനെങ്ങനെയാണ് വില കൂടുക? ഇവിടെയാണ് നിങ്ങൾക്കൊക്കെ വരുന്ന പരാജയം. അതാണ് ഞാൻ മുമ്പും പറഞ്ഞത്, എവിടെ പോയി ഭഗവാന് വഴിപാട് കഴിക്കുന്നുണ്ടോ ഇന്ന കാര്യത്തിന് എന്ന് പറയരുത്. നിങ്ങളുടെ കയ്യിൽ എത്ര ഉറുപ്പികയുണ്ടോ ആ ഉത്തര ലക്ഷക്കണക്കിനുണ്ടെങ്കിൽ 10,000 കണക്കിന് കൊടുക്കും, 1000 കണക്കിനുണ്ടെങ്കിൽ 100 കണക്കിന് കൊടുക്കും. 100 ഉള്ളൂ എന്ന് വെച്ചാൽ 10 കൊടുക്കും. അതിൽ പിശുക്ക് പിടിക്കരുത്. അത് കൊടുത്തിട്ട് ഒന്നും പറയരുത്, എനിക്ക് ഇന്നത് വേണമെന്ന് മാത്രം പറയരുത്. എൻ്റെ കയ്യിലുള്ളതിൽ ഞാൻ തന്നിരിക്കണു, അങ്ങ് തൃപ്തിപ്പെടണേ എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനെ തൃപ്തിപ്പെടുത്തിയ ഒരു ഭക്തനെ ഈശ്വരൻ വേണ്ടതുപോലെ നോക്കില്ലേ? അപ്പോൾ നിങ്ങളിവിടെ ഭഗവാന്റെ പേര് പറഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തി പൂർണ്ണ സാഫല്യം എല്ലാം തരാനുള്ളൊരവസരം കൊടുക്കുന്നില്ല. ഭഗവാന്റെ കൈകളെപ്പോലും കെട്ടിക്കൊണ്ടാണ് ഭക്തന്മാരായ നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് ഭൂമാനന്ദ സ്വാമിജി ഉറപ്പിച്ചു പറയുന്നു. നല്ല പോലെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ, പരിശോധിച്ചു നോക്കൂ. നന്വദ്ധാമയി കുർവന്തി കുശലാഹ സ്വാർത്ഥദർശനാഹ അഹൈതുക്യവ്യവഹിതാം ഭക്തിമാത്മപ്രിയേ യഥാ. തൻ്റെ ആത്മാവിനോടോ തനിക്ക് പ്രിയപ്പെട്ട ഒരാളോടോ എങ്ങനെയാണോ നമ്മുടെ സമീപനം, അതേമാതിരി ഒരു സമീപനമാകണം ബാക്കി എല്ലാവരോടും. അതേമാതിരി ഒരു സമീപനമാണ് ഈശ്വരനോട് ഭക്തി വിഷയത്തിൽ. ഈ ഒരു വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഇതാണ് പ്രഹ്ലാദൻ അവിടെ വ്യക്തമാക്കിയത്. നതേ വിദുസ്വാർത്ഥഗതിം ഹി വിഷ്ണു ദുരാശയായേ ബഹിരർത്ഥമാനിന. ബാഹ്യമായിരിക്കുന്ന വസ്തുക്കൾക്കും ലാഭങ്ങൾക്കും വേണ്ടി വളരെയധികം കേഴുന്നതായ മനുഷ്യർ
മഹാവിഷ്ണുവാണ് സ്വാർത്ഥഗതി എന്ന് അറിയുന്നില്ലത്രേ എന്ന് അച്ഛനെ ഉപദേശിക്കുന്ന ഒരു രംഗമാണത്. അതിൻ്റെ സാദൃശ്യം ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ്, പ്രാണബുദ്ധി മനസ്വാത്മ ധാരാപത്യധനാദയ യത് സമ്പർക്കാത് പ്രിയാ ആസൻ തതഃ കോന്വപരഃപ്രിയ. നോക്കൂ, ദാർശനികമായിട്ട് വിപ്രപത്നിമാരോട് പറയുന്നതാണ്. പ്രാണബുദ്ധി മനസ്വാത്മ ധാരാപത്യധനാദയ യത് സമ്പർക്കാത് പ്രിയ ആസൻ. പ്രാണൻ, നമ്മുടെ ശരീരത്തിൽ പഞ്ചപ്രാണൻ പ്രസരിക്കുന്നുണ്ട്. നമുക്കൊരു ബുദ്ധിയുണ്ട് എല്ലാം അറിയാൻ വേണ്ടി, മനസ്സുണ്ട്, തൻ്റെ ദേഹമുണ്ട്, ഭാര്യയുണ്ട്, സന്താനമുണ്ട്, ധനം മുതലായതുണ്ട്. ഇത് മുഴുവനും നമുക്ക് പ്രിയമാകുന്നത് എപ്പോഴാണ്? അയൽവക്കക്കാരന് ധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇല്ലല്ലോ. അയൽവക്കക്കാരനല്ലേ ധനം, എനിക്കെന്താ സന്തോഷം? പക്ഷേ എനിക്ക് ധനം ഉണ്ടായാലോ അതിൽ നല്ല സന്തോഷമായി, പല്ലൊക്കെ പുറത്തു വരും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ധനം സന്തോഷിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ധനം, എൻ്റെ ഭാര്യ നന്നായാൽ എനിക്ക് സന്തോഷം, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചാൽ എനിക്ക് സന്തോഷം, വല്ലവരെയും സ്നേഹിച്ചാൽ എനിക്ക് സന്തോഷമില്ല. അപ്പോൾ എല്ലാറ്റിനോടും നമുക്ക് തോന്നുന്ന സ്നേഹം എൻ്റെയാണ്, ആത്മാവിൻ്റെയാണ് എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഏത് ആത്മാവിന് വേണ്ടിയിട്ടാണോ പ്രാണൻ, ബുദ്ധി, മനസ്സ്, ദേഹം, ഭാര്യ, സന്താനം, ധനം തുടങ്ങി എല്ലാ വസ്തുക്കളും പ്രിയമായിത്തീരുന്നത്, തതഃ കോന്വപരഃപ്രിയ. അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു പ്രിയൻ ലോകത്തിൽ ആരാ ഉള്ളത്? അപ്പം ആത്മാവാണ് എല്ലാറ്റിനേക്കാളും പ്രിയങ്കരം. ഇത് മൈത്രേയിയോട് യാജ്ഞവൽക്യൻ പറയുന്നു ബൃഹദാരണ്യകോപനിഷത്തിൽ. എന്തിനാ ഞാനിത് പറയുന്നത്? ഭാഗവതത്തിൽ ഉപനിഷത്ത് സത്യങ്ങളും മൂല്യങ്ങളുമാണ് 80% പ്രതിപാദിക്കുന്നത്. വിപ്രപത്നികളോട്, ഭക്ഷണവും കൊണ്ടുവന്ന വിപ്രപത്നികളോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീകൃഷ്ണൻ പറയുന്ന ഉദ്ബോധക വാക്യങ്ങളാണിത് മുഴുവനും. എവിടെ പോയി കാര്യങ്ങൾ? സാധാരണ ഈ തത്വം പറയണമെങ്കിൽ അതിനൊരു രംഗം വേണം, ഒരു പ്ലാറ്റ്ഫോം വേണം, അതിന് മൈക്ക് വേണം, അതിന് ശ്രോതാക്കളായി പ്രത്യേകം അനൗൺസ് ചെയ്യണം. ചിലർ പറയും അതിന് ബുക്കും ചെയ്യണം എന്നൊക്കെ. അങ്ങനെ പലതരത്തിലും വന്നു കൂടുന്നവരാണല്ലോ, അവരോടാണിത് പറയുക. കൃഷ്ണൻ ആ സമയത്തിനൊന്നും നിന്നില്ല. ഭക്ഷണവും കൊണ്ടുവന്ന വിപ്രപത്നികളോട് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ എവിടെ പോയി? മൈത്രേയിയോട് യാജ്ഞവൽക്യൻ പറയുക, കയ്യിലുള്ള സ്വത്തൊക്കെ പങ്കുവെച്ച് നിങ്ങൾ 2 ഭാര്യമാർക്ക് ഞാൻ തരാം, അത് കഴിഞ്ഞ് ഞാൻ തപസ് ചെയ്യാൻ പോവാണ്. അയ്യോ പ്രഭോ, എന്തിനാ തപസ് ചെയ്യാൻ പോണതാവോ? അതിൽ ഒരു ഭാര്യ കാത്യായിനി അത് കിട്ടിയിട്ട് സന്തോഷിച്ച് അവിടെ ഇരുന്നു. മൈത്രേയി പറഞ്ഞത്, സ്വത്തൊക്കെ ഞങ്ങൾക്ക് തരണു, അങ്ങ് പറയണു ഞാൻ പോവാണ് തപസ് ചെയ്യാൻ. അപ്പോൾ എന്തിനാ ഈ തപസ് ചെയ്യണത്? ആത്മലാഭത്തിന് വേണ്ടി, ആത്മജ്ഞാനത്തിന് വേണ്ടി. എന്താ ഈ ആത്മജ്ഞാനം? അതുകൊണ്ടേ പൂർണ്ണതയുള്ളൂ. അപ്പോൾ അങ്ങയ്ക്ക് മാത്രം മതിയോ പൂർണ്ണത, ഞങ്ങൾക്കും വേണ്ടേ എന്ന് ചോദിച്ചിട്ട് എന്തിനാണ് പോണത് എനിക്കും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ യാജ്ഞവൽക്യൻ മൈത്രേയിയെ ഉപദേശിക്കുകയാണ്. അവസാനം പറഞ്ഞു നിർത്തിയത് എന്താ? നതു പത്യുഹു കാമായ പതിപ്രിയോ ഭവതി. ഭർത്താവിന് വേണ്ടി ഒരാൾക്കും ഭർത്താവ് ഇഷ്ടമായി തീരുന്നില്ല. ഇഷ്ടമൻ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടാണ് ഇഷ്ടം, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ടാണ് ഇഷ്ടം, എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടാണ് ഇഷ്ടം. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാവിന് വേണ്ടിയിട്ടാണ് എല്ലാം പ്രിയമായി തീരുന്നത് എന്ന്. ആ ഒരു സന്ദേശമാണ് ഇവിടെ കൃഷ്ണൻ വിപ്രപത്നികൾക്ക് നൽകുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, തദ്യാതദേവയജനം പതയോവോ ദ്വിജാതയ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർ ഗൃഹമേധിനഃ. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? കൃഷ്ണൻ വിപ്രപത്നികളോട് പറയുകയാണ്, അവർ ഭക്ഷണം കൊണ്ടുവന്നത്, അവർ വന്നത് നന്നായി, നിങ്ങളെല്ലാവരും ഇരിക്കൂ എന്ന് പറഞ്ഞ് അവർക്ക് ഉടനെ നൽകുന്നതായ ഉപദേശമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്തു വേണം? അവിടെ യാഗം നടക്കുകയാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർ വൈദിക വിധി അനുസരിച്ച് നടത്തുന്ന യാഗമാണ്. നിങ്ങളൊക്കെ വിവാഹിതരായതുകൊണ്ട് പത്നി സമേതനായിട്ടേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ആ യാഗം പകുതിയിൽ വിട്ടിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ തിരിച്ച് ആ ദേവയജനത്തിൻ്റെ അവിടേക്ക് പോകൂ. പതയോവോ ദ്വിജാതയ സ്വസത്രം പാരയിഷ്യന്തി. അവർ തുടങ്ങി പകുതിയായിട്ടുള്ളതായ ആ കർമ്മം, വൈദിക കർമ്മം, യാഗം, അത് മുഴുവനാക്കണ്ടേ? അത് മുഴുവനാക്കാനായി ഗൃഹമേധികളായ നിങ്ങളെല്ലാവരും അവിടെ ചെന്ന് അതിൽ പങ്കാളികളായി അതിനു വേണ്ട പിന്തുണ നൽകൂ എന്ന് പറയുക. തദ്യാതദേവയജനം പതയോവോ ദ്വിജാതയ. നിങ്ങളൊക്കെ ദ്വിജന്മാരാണ്. സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭി ഗൃഹമേധിനഃ. നിങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിലേ ഗൃഹമേധികളായിരിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് യാഗം മുഴുവനാക്കി അവരുടെ ഉദ്ദേശം സഫലമാക്കാൻ പറ്റൂ.
പത്നിമാർ അത് കേട്ടപ്പോൾ പറയുകയാണ്, വിപ്രപത്നിമാർ, ഗൃഹന്തിനോന പതയഃ പിതരൗ സുതാവ ന ഭ്രാതൃബന്ധു സുഹൃദഃ കുതയേവ ചാന്യേ തസ്മാത് ഭവപ്രപദയോഃ പതിതാത്മനാംനോ നാന്യാ ഭവേത് ഗതിരരിന്ദമ തദ്വിധേഹി. നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രീകൃഷ്ണൻ കണ്ടുടനെ എന്തിനാ ഇങ്ങനെ ഒരു ആത്മോപദേശത്തിന് ഒരുങ്ങിയത് എന്ന് നിങ്ങൾക്ക് എന്തേ തോന്നാത്തയാവോ? എനിക്ക് തോന്നുന്നില്ല, ആർക്കും തോന്നിയിട്ടുണ്ടാവുന്നു. വരുമ്പോഴേക്കും ഞങ്ങളുടെ ആത്മോപദേശം നൽകേണ്ട ആവശ്യം എന്താ? അവർ വന്നത് അങ്ങനെയാണ്. കാര്യം ഭക്ഷണവും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും ആ ഭക്ഷണം കൊടുത്ത് വിളമ്പി കൊടുത്ത് അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടല്ല വിപ്രപത്നിമാർ വന്നത്. ഞങ്ങൾ എടുത്തിട്ടുള്ളത് വലിയ ഒരു സാഹസമായിട്ടുള്ള കർമ്മ. ഭർത്താക്കന്മാർ കേട്ട ഭാവം നടിക്കാതെ കൃഷ്ണനും രാമനും അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ കൃഷ്ണനെ രാമനെ അതിശയിക്കാവുന്ന ഒരു മഹാത്മാക്കളും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വലിയ പുണ്യശ്ലോകന്മാരായ രണ്ടു കൂട്ടരെ പറഞ്ഞയച്ച് അവരുടെ ആവശ്യം നിറവേറ്റാതെ തിരസ്കരിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരുടെ ഇംഗിതങ്ങളോ ഹിതങ്ങളോ ഒന്നും വകവയ്ക്കാതെ തൻ്റെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും ഗൃഹത്തെയും ഒക്കെ വിട്ട് ഇനി കൃഷ്ണസംഘവും കൃഷ്ണസാന്നിധ്യവും മാത്രം മതി എന്ന് പറഞ്ഞു വന്നവരാ. സർവസംഘ പരിത്യാഗികളായിട്ട് അവർ വന്നിരിക്കുന്നത്. അവരെ അവിടെ നിർത്താൻ പറ്റില്ല, അവരെ പറഞ്ഞയക്കണം. അവരെ പറഞ്ഞയക്കാൻ ആത്മോപദേശത്തിൽ കവിഞ്ഞ ഒന്നും, ആത്മോപദേശമല്ലാതെ ഒന്നും പറ്റില്ല എന്ന് തീരുമാനിച്ചു കൊടുത്ത ഉപദേശം. അത് വ്യക്തമാവണു അവർ പറയുന്നതിൽ നിന്ന്. ഗൃഹന്തിനോന പതയഃ പിതരൗ സുതാവ ന ഭ്രാതൃബന്ധു സുഹൃദഃ കുതയേവ ചാന്യേ. കൃഷ്ണ കൃഷ്ണ, അങ്ങക്ക് ഞങ്ങൾ വന്നിട്ടുള്ള വരവിൻ്റെ അനന്തരഫലം മനസ്സിലായോ? എങ്ങനെയാണ് ഞങ്ങൾ വന്നിരിക്കണേന്നറിയോ? ഗൃഹന്തിനോന പതയഃ, ഞങ്ങൾ തിരിച്ചു പോയാൽ ഭർത്താക്കന്മാർ സ്വീകരിക്കില്ല. സുതാവാ പിതരൗ, അച്ഛനും ഞങ്ങളുടെ മാതാപിതാക്കൾ സ്വീകരിക്കില്ല, മക്കളും സ്വീകരിക്കില്ല. ന ഭ്രാതൃബന്ധു സുഹൃദഃ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ സർവസംഘ പരിത്യാഗം വരട്ടെ. സ്വയം പരിശ്രമം കൊണ്ട് വരാൻ വിഷമ. ഭാഗവതം അതിങ്ങനെ ഉണ്ടാക്കി തരിക. ഈ റെഡിമെയ്ഡ് ദോശ, ഫാസ്റ്റ് ഫുഡൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതേമാതിരി ഉണ്ടാക്കി തരിക. അപ്പോൾ ഇവിടെ ന ഭ്രാതൃബന്ധു സുഹൃദഃ കുതയേവ ചാന്യേ. ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാൽ വണ്ണം കൂടി ഉപദ്രവമൊക്കെ ഉണ്ടാവും. ഇതെല്ലാ ഉപദ്രവവും തീർക്കുന്നതാ. ന ഭ്രാതൃബന്ധു സുഹൃദഃ, ഞങ്ങളെ ഭർത്താക്കന്മാരും അച്ഛനമ്മമാരും മക്കളും മാത്രമല്ല, സഹോദരന്മാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ആരും തന്നെ ന ഗൃഹന്തി, സ്വീകരിക്കില്ല. കുതയേവ ചാന്യേ, പിന്നെയാണോ ഇനി ബാക്കി വല്ലവരും ദേശത്തിൽ അവശേഷിക്കുന്നവരെ സ്വീകരിക്കാൻ പോകുന്നത്? അവരും സ്വീകരിക്കില്ല. തസ്മാത് ഭവപ്രപദയോഃ പതിതാത്മനാംനോ. അതിനാൽ അങ്ങയുടെ രണ്ട് പാദങ്ങളെ മാത്രം ആശ്രയിച്ചു വന്നിട്ടുള്ള ഞങ്ങൾ പതിതാത്മനാം, അവിടെ അങ്ങോട്ട് വീണ് കിടക്കുക. ഞങ്ങൾക്ക് വേറെ ഒരാശ്രയവും ഇല്ല. അങ്ങനെയുള്ള ഞങ്ങൾക്ക് നാന്യാഭവേത് ഗതിരരിന്ദമ തദ്വിധേഹി, വേറെ ഒരു വിധത്തിലുള്ള ഗതിയും ഞങ്ങൾക്കില്ല. ഹേ അരിന്ദമ തദ്വിധേഹി, ഞങ്ങൾക്ക് വേണ്ട ആശ്രയം അങ്ങ് തരണം. നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താ? യമുനാ നദീ തീരത്തിൽ കന്നുകാലികളെ മേച്ചുകൊണ്ട് നടക്കുന്നതായ കൃഷ്ണനും രാമനും, അവരുടെ അടുത്ത് ഭക്ഷണവുമായി എത്തിയിട്ടുള്ള ബ്രാഹ്മണ പത്നികൾ, അവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമാണ്. പക്ഷേ ഈ സംവാദം ഭക്തഹൃദയത്തിൻ്റെ നിത്യമായിരിക്കുന്ന അഭിലാഷമാണ്. നിങ്ങളുടെ മനസ്സൊക്കെ കൊതിക്കുന്നത് ലോകത്തിനല്ല, ലോകവസ്തുക്കൾക്കല്ല, മക്കൾക്കല്ല, കുട്ടികൾക്കല്ല, സ്വത്തിനല്ല, മറ്റു വസ്തുക്കൾക്കല്ല, നേട്ടങ്ങൾക്കല്ല. നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് നിത്യകല്യാണം രചിക്കുന്ന ഈ ഭക്തിയും ഈശ്വര സംഘവുമാണ്. ആ ഭക്തി എങ്ങനെ വളരും, ഈശ്വര സംഘം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇവിടെ വിപ്രപത്നികളെയും കൃഷ്ണരാമന്മാരെയും വെച്ചുകൊണ്ട് വേദവ്യാസ മഹർഷി. ഗൃഹന്തിനോ ന പതയഃ പിതരൗ സുതാവ ന ഭ്രാതൃബന്ധു സുഹൃദഃ കുതയേവ ചാന്യേ തസ്മാത് ഭവപ്രപദയോഃ പതിതാത്മനാംനോ നാന്യാ ഭവേത് ഗതിരരിന്ദമ തദ്വിധേഹി. നിങ്ങളുടെ വായിൽ നിന്ന് അന്തിമശ്വാസം വിടുന്നതിന് മുൻപ് എപ്പോഴാണ് ഈ അവസാന വാചകം പുറപ്പെടാൻ പോകുന്നത് എന്നാണ് ഭൂമാനന്ദ സ്വാമിക്ക് അറിയേണ്ടത്. നാന്യാ ഭവേത് ഗതിരരിന്ദമ,
ഹേ ശത്രുസംഹാരക, എപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഗതി ഉണ്ടാവുക? അങ്ങയിലുള്ള ആശ്രയം എങ്ങനെ ഉണ്ടാവും? വേറെ ഒരു ഗതിയും ഞങ്ങൾക്കില്ല, അങ്ങയിലുള്ള ആശ്രയമാണ്, അത് എപ്പോഴാണ് ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏറ്റെടുക്കൂ എന്ന് പറയുന്നു. കൃഷ്ണൻ അതിന് മറുപടി പറയാണ്. പതയോനാഭ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയ ലോകാശ്ചവോ മയോപേത ദേവ അപ്യനുമന്വതേ. പതയോനാഭ്യസൂയേരൻ, എപ്പോഴും കൃഷ്ണൻ അനുഭാവപൂർണനാണ്. ഓ, നിങ്ങൾ മടങ്ങിപ്പോയാൽ ഞങ്ങളെ ആരും സ്വീകരിക്കില്ല എന്നുള്ളൊരു ഭയം, ആശങ്കയുണ്ടവർക്കല്ലേ? എന്തായാലും കൃഷ്ണൻ തീരുമാനിച്ചു അവർ മടങ്ങിപ്പോണമെന്ന്. ഗൃഹജീവിതത്തിന് ഒരു നിലയ്ക്കും ഒരു മഹാത്മാവ് കോട്ടം വരുത്തിക്കൂടാ. കൃഷ്ണൻ്റെ പേരിൽ ഭക്തി അദ്ദേഹവും ഇഷ്ടപ്പെടുന്നു, ഭക്തന്മാരും ഇഷ്ടപ്പെടുന്നു. ആ ഭക്തിയുടെ പേരിൽ ലോകവ്യവസ്ഥകൾക്ക് എന്തെങ്കിലും ഒരു വ്യതിചലനം വരണമെന്ന് ഒരിക്കലും ആരും ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഗൃഹം അതിൻ്റെ ആ കെട്ടുറപ്പോടുകൂടി തന്നെ വേണം നടക്കാൻ, അതിന് കോട്ടം വരരുത്. അപ്പോൾ ഇവരുടെ ഈ വിഷമം പരിഹരിക്കണം, അതാണ് ആവശ്യം. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, പതയോനാഭ്യസൂയേരൻ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഒരിക്കലും കുറ്റം പറയില്ല, സംശയിക്കില്ല, ഒരു നോട്ടപ്പുള്ളിയായിട്ട് കാണില്ല. പിതൃഭ്രാതൃസുതാദേഹ, അച്ഛനമ്മമാരോ ഭ്രാതാക്കളോ കുട്ടികളോ ആർക്കും തന്നെ നിങ്ങൾ മടങ്ങിപ്പോയതിൽ സന്തോഷമേ ഉണ്ടാവുള്ളൂ. അയ്യോ, ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നാത്തത് പത്നിമാരെങ്കിലും ചെയ്തുല്ലോ, പാപത്തിൽ നിന്ന് കരകയറിയില്ലോ എന്നൊരു തോന്നലേ ബ്രാഹ്മണർക്ക് ഉണ്ടാവുള്ളൂ, ഭർത്താക്കന്മാർക്ക്. അതുകൊണ്ട് നിങ്ങൾ ആശങ്ക വേണ്ട. ലോകാശ്ചവോ മയോപേത ദേവാ അഭി അനുമന്വതേ. മാത്രമല്ല, ലോകം പരക്കെ നിങ്ങളെ ആദരിക്കും. ഞാനാണല്ലോ മടക്കി പറഞ്ഞയച്ചിരിക്കുന്നത്, കൃഷ്ണൻ പറഞ്ഞയച്ചു വന്നതാണ് എന്നറിയുമ്പോൾ സർവ്വ ആൾക്കാർക്കും നിങ്ങളോട് ആദരവേ കൂടുള്ളൂ. അങ്ങനെ ഉണ്ടായോ? കൃഷ്ണൻ്റെ അടുത്ത് നിങ്ങൾ പോയോ? ഭർത്താക്കന്മാർ കൊടുക്കാത്ത ഭക്ഷണം നിങ്ങൾ കൊണ്ടുപോയോ സ്നേഹത്തോടു കൂടി? എന്നിട്ട് കൃഷ്ണൻ അത് സ്വീകരിച്ചോ? ഓ, വളരെ നന്നായില്ലോ, എപ്പോൾ കിട്ടും ഞങ്ങൾക്ക് ഈ ഭാഗ്യം എന്ന് പറയുന്നവരേ ഉണ്ടാവുള്ളൂ. ലോകാശ്ചവോ മയോപേത ദേവാ അഭി അനുമന്വതേ. മാത്രമല്ല, ദേവന്മാർ പോലും പരലോകത്തിൽ പോലും നിങ്ങൾക്ക് സമ്മതം കിട്ടും, അനുമോദിക്കും, അഭിനന്ദിക്കും. ന പ്രീതയേ അനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ. ഇത് പറഞ്ഞാലും വിപ്രപത്നികൾ പെട്ടെന്ന് പോവില്ല. അവരിവിടെ വന്നിട്ടുള്ളത് വെറുതെ ഭക്ഷണം കൊടുക്കാനല്ല. ആ ഭക്ഷണം കൊടുക്കുന്നത് കൃഷ്ണൻ്റെ ശരീരത്തിനും വയറ്റിനുമുള്ള ഒരു ആവശ്യമാണ്. പക്ഷേ അവരത് വന്നതിൻ്റെ ഉദ്ദേശം അവരുടെ മനസ്സ് നിറയ്ക്കാനാണ്. മനസ്സെങ്ങനെ നിറയ്ക്കും? കൃഷ്ണനിലുള്ള ആശ്രയവും കൃഷ്ണസമ്മതവും കൃഷ്ണസ്വീകാരവും അവർക്ക് കിട്ടണം, അതാണ് ആവശ്യം. ആ വിചാരവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിനെ അങ്ങോട്ട് മടക്കി പറഞ്ഞയക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള കാര്യമല്ല. അതിന് തത്വോപദേശം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. മനസ്സിനുള്ള എന്ത് പ്രതിസന്ധി, ഭക്തി വരുത്തുന്ന പ്രതിസന്ധിയും അതിന് പരിഹാരം എന്താ? തത്വജ്ഞാനം, ആത്മജ്ഞാനം, അത് തന്നെ. അപ്പം അദ്ദേഹം പറയുകയാണ്, ന പ്രീതയേ അനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ തന്മനോമയി യുഞ്ജാനോ അചിരാൻമാം അവാപ്സ്യഥാ. ന പ്രീതയേ അനുരാഗായ ഹ്യംഗസംഗോ നൃണാം ഇഹ. ഇതാണ് കാര്യം. അംഗസംഗ നൃണാം അനുരാഗായ ന പ്രീതയേ. മനസ്സ് സന്തോഷിക്കാൻ അംഗസംഗം വേണം എന്ന് നിർബന്ധമില്ല. നമുക്ക് എന്ത് കാര്യത്തെ ചൊല്ലിയും സന്തോഷം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ സന്തോഷം എവിടെയാ? ശരീരത്തിലോ അതോ ശരീരത്തിന് പുറത്തോ അതോ മനസ്സിലോ? സ്വന്തം കുട്ടിയെ നമുക്ക് നോക്കുമ്പോൾ സന്തോഷം തോന്നും. കുട്ടി പുറത്താണ്, സന്തോഷമോ നോക്കുന്ന അമ്മയുടെയോ അച്ഛൻ്റെയോ ഉള്ളിലാണ്. അപ്പോൾ സന്തോഷജനകം കുട്ടിയാണോ അതോ മനസ്സാണോ? കുട്ടിയോട് മനസ്സിന് തോന്നുന്നത് ഇത് എൻ്റെ കുട്ടിയാണ്, അവൻ നന്നായിരിക്കുന്നു, ചിരിക്കണ കുട്ടി, നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട്, നല്ലൊരു പ്രതീക്ഷ അവനിലാവാം എനിക്ക് എന്നുള്ള വിചാരമൊക്കെ തൊടുത്തു വിടുന്നത് മനസ്സാണ്. അപ്പം മനസ്സാണ് ഈ സന്തോഷം രചിക്കുന്നത്. ആ രചിക്കുന്നതിന് അംഗസംഗം വേണമെന്നില്ല. നിങ്ങളൊക്കെ വിവാഹിതരല്ലേ, വിവാഹം കഴിച്ചിട്ടില്ലേ, ഭർത്താക്കന്മാരില്ലേ, കുട്ടികളുമില്ലേ, പ്രായമായിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇനിയൊരു അംഗസംഗത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ന പ്രീതയേ അനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ. മനുഷ്യർക്ക് ആർക്കായാലും, പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ദൈഹികമായിരിക്കുന്ന ഒരു സംഘം ആവശ്യമില്ല, മനസ്സിൽ അനുരാഗമുണ്ടാകാൻ. രുക്മിണിക്ക് കൃഷ്ണനോട് സ്നേഹം തോന്നി. എങ്ങനെയാണ് തോന്നിയതെന്നറിയോ? കൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാമേ എന്നാണ് പറയുന്നത്. നാരദ മഹർഷി വന്ന് കൃഷ്ണൻ എന്നൊരാളുടെ ഗുണഗണങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണിച്ചപ്പോൾ, ആ വർണ്ണന കേട്ടത് ചെവി,
അനുരാഗം തോന്നിയതോ മനസ്സിലാ. കൃഷ്ണൻ എവിടെയാ എനിക്കറിയില്ല, എവിടെയോ ഉണ്ട്. അപ്പം കാണാത്തൊരാൾ, പടം നോക്കാത്തൊരാൾ, ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് ആദ്യം അയച്ചു കൊടുക്കുന്നത് പടമാണല്ലോ. രുക്മിണി ഒരു പടവും ആവശ്യപ്പെട്ടില്ല. നാരദ മഹർഷി ചിത്രീകരിച്ചിട്ടുള്ള ആ മൂല്യങ്ങളും ഗുണങ്ങളും മഹിമകളും. അപ്പം രുക്മിണിയുടെ മനസ്സിൽ ആ ഗുണമഹിമകളോടായിരുന്നു ആകർഷണം. അത് ഉള്ള ആൾ ആരായാലും കൊള്ളാം. കൃഷ്ണൻ കറുപ്പ് നിറക്കാരനാണ്, ഒരു മറുണ്ട് മാറത്ത്, സാധാരണ ആർക്കും ഇഷ്ടാവില്ല അങ്ങനെ ഒരാളാണ്. പക്ഷേ രുക്മിണിക്ക് വലിയ ഇഷ്ടമായി. എന്താ? ആ ഗുണങ്ങളുടെ ഇരിപ്പിടമായിരുന്നു. അങ്ങനെ മനസ്സിന് സന്തോഷം തോന്നാൻ ബാഹ്യമായൊരു വസ്തു വേണം എന്നില്ല, ബാഹ്യമായ സംഘം വേണമെന്നില്ല. തൻ മനോമയുഞ്ജാനോ അജിരാൻ മാം അവാപ്സ്യത. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തങ്ങി എൻ്റെ ദേഹം കണ്ടുകൊണ്ടോ ദേഹസംഘത്തോടോ അതോടുകൂടി ഇരിക്കേണ്ട, നിങ്ങളുടെ പാട്ടിൽ മടങ്ങിപ്പോക്കോളൂ. മടങ്ങിപ്പോയതിന് ശേഷം മനസ്സുകൊണ്ട് എങ്ങനെ വിചാരിച്ചോളൂ എന്നെ. തൻ മനോമയുഞ്ജാനോ അജിരാൻ മാം അവാപ്സ്യത. മനസ്സിൽ ഇവിടെ വന്നുല്ലോ, ഞാൻ സംസാരിച്ചുല്ലോ, നിങ്ങൾ കേട്ടുല്ലോ, നിങ്ങൾ തന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഓർമ്മ വെച്ച് ഇനിയും പലതും കൃഷ്ണനെ പറ്റി കേൾക്കാൻ സന്ദർഭം വരും. കൃഷ്ണരാമന്മാരെ പറ്റി നിങ്ങളത് കേട്ട് അങ്ങനെ മനസ്സിനെ യോജിപ്പിച്ച് അജിരാൻ മാം അവാപ്സ്യത. അധികം താമസിക്കാതെ നിങ്ങൾക്ക് എന്നോട് കൂടിയിട്ടുള്ള ഐക്യവും പ്രാപ്തിയും ഉണ്ടാവും. അവർ മടങ്ങിച്ചെന്നു അത്രേ. മടങ്ങിച്ചെന്നിട്ട് ബ്രാഹ്മണരുടെ പ്രതികരണം എന്താ? അവരുടെ ഭർത്താക്കന്മാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് അവിടുന്നാണല്ലോ. അവരെന്തു പറയണു? അഥാനുസ്മൃത്യ വിപ്രാസ്തേ അന്വതപ്യൻ കൃതാഗസഃ യദ് വിശ്വേശ്വരയോർയാജ്ഞാം അഹന്മ നൃവിഡംബയോ. അവിടെ ചെല്ലുമ്പോഴേക്കും ഈ പുരുഷന്മാരുടെ വീര്യവും പരാക്രമവും ഒക്കെ ഉണ്ടല്ലോ, ഓന്തോടിയാ വേലി വരെ എന്നാ പറയുക. അതിൽ മീതിയൊന്നുമില്ല, ഇവരൊക്കെ പൊള്ളയാ. എത്ര വലിയ പുരുഷനും താൻ കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ വളരെ സമ്മതത്തോടു കൂടി സ്വീകരിച്ച് പിന്തുണ നൽകിയില്ലെങ്കിൽ ആ പുരുഷനിൽ ഒരു പൊള്ളത്തുണ്ടാവും. വലിയ മരത്തിൻ്റെ തടിയിൽ തീ കത്തണ പോലെയാണ്. എത്ര കേമനായിക്കോട്ടെ. അതുപോലെ ഒരു സ്ത്രീ എത്ര അഴകുണ്ടെങ്കിലും ശരി, ആരെങ്കിലും ഒരാൾ ഭർത്താവ് നീ നല്ലവളാണെന്ന് പറഞ്ഞ് നല്ല സപ്പോർട്ടുണ്ടെന്നുള്ള ഒരു ആശ്ലേഷണം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ ഇവർ കണ്ണടച്ച് കളവ് കാണിച്ച് കേട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഭാര്യമാർ ഭക്ഷണം കൊണ്ടുപോയി. അപ്പോൾ ഉള്ളുകൊണ്ട് അവർ ആലോചിച്ചത്, ഞങ്ങൾ ചെയ്തത് തെറ്റാ, ഭാര്യമാർക്കെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയില്ലോ, കുറ്റം നമ്മളെ ആരും പറയൂല, അവരല്ലേ കൊണ്ടുപോയത്, സാരല്ല എന്ന് വിചാരിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ഉള്ളുകൊണ്ട് സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ സ്ഥിതി? അഥാനുസ്മൃത്യ വിപ്രാസ്തേ അന്വതപ്യൻ കൃതാഗസഃ. അവിടെ പോയപ്പോഴേക്കും ബ്രാഹ്മണരോ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ്, അപരാധം, ആ അപരാധത്തിനെക്കുറിച്ച് വളരെ അനുസ്മരിച്ചുകൊണ്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അഥാനുസ്മൃത്യ വിപ്രാസ്തേ അന്വതപ്യൻ. അത് പെട്ടെന്ന് വന്നു പോകുന്നൊരു ദുഃഖമല്ല. നമ്മളിങ്ങനെ ചെയ്തൂലോ. നാം നടത്തുന്നത് പവിത്രമായ ഒരു കർമ്മമാണ്. അത് അഗ്നിയിലാണ് ഹവിസ്സും ഹോമദ്രവ്യങ്ങളും ഹോമിക്കുന്നത്. ഇവിടെ മനുഷ്യൻ്റെ ജഠരാഗ്നിയാണ് ആവശ്യപ്പെട്ടത്, വിശന്നിട്ട് ഭക്ഷണം. അതും കൃഷ്ണനും രാമനും, എല്ലാവരും സ്തുതിക്കുന്ന കൃഷ്ണനും രാമനും. അവരുടെ വിശപ്പ് മാറാൻ ഭക്ഷണം കൊടുക്കാൻ തോന്നാതെ നമ്മൾ എങ്ങനെ മിണ്ടാതിരുന്നു? അഗ്നിയിൽ ഹോമിച്ച് കഴിയുന്നുണ്ടല്ലോ, ഈ അഗ്നിക്ക് വിശപ്പുണ്ടോ? അഗ്നിക്ക് കൊടുക്കണത് എന്തിനാ? എല്ലാ യജ്ഞങ്ങൾക്കും അധിപതിയായിട്ടുള്ളതാണ് വിഷ്ണു, അധിപതിയാണ് വിഷ്ണു. ആ വിഷ്ണു അവതരിച്ചിരിക്കുകയാണ് കൃഷ്ണനായിട്ട്. അപ്പം യജ്ഞപതിയായിരിക്കുന്ന കൃഷ്ണൻ ഭക്ഷണം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തില്ലല്ലോ. ഈ അപരാധം എവിടെ കൊണ്ടുവയ്ക്കാനാ? ഇതിന് ആരാ നമുക്ക് മാപ്പ് തരിക? ഇങ്ങനെ പറ്റിയല്ലോ അബദ്ധം എന്ന് പറഞ്ഞ് സ്വയം പഴിച്ചുകൊണ്ട് അഥാനുസ്മൃത്യ വിപ്രാസ്തേ അന്വതപ്യൻ കൃതാഗസഃ. അവർക്ക് പറ്റിയിട്ടുള്ള അപരാധത്തിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് യത് വിശ്വേശ്വരയോർ യാജ്ഞാം അഹന്മാ. അവരുടെ മനസ്സിലുള്ള വിചാരം വർണ്ണിക്കുകയാണ് വേദവ്യാസ മഹർഷി. വിശ്വേശ്വരന്മാർ 2 പേരുണ്ട്. അവരെന്ത് ചെയ്തു? യാജ്ഞാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവർ യാചിച്ചു. ആര്? രാമനും കൃഷ്ണനും വന്ന് ഞങ്ങൾക്ക് വിശപ്പ് തോന്നുന്നു, അതുകൊണ്ട് ഭക്ഷണം തരൂ എന്ന് അവിടെ ഗോപന്മാരെ പറഞ്ഞയച്ചതും ഞങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഭക്ഷണം യാചിക്കൂ എന്ന് പറഞ്ഞാണ് കൃഷ്ണൻ അയച്ചത്. ആ യാചന എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അവർ തന്നെ വന്ന് എരന്നു ഭക്ഷണം. അപ്പോൾ കൃഷ്ണരാമന്മാർ വന്ന് എരന്നിട്ടും നമ്മുടെ മനസ്സ് ഉരുകിയില്ലല്ലോ എന്നുള്ള വിഷമം അവർക്ക്.